പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, ഈ ധന്യമായ ഈ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സർവശക്തൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദിശ ഇസ്ലാമിക് എക്സിബിഷന്റെ ഭാഗമായി എല്ലാ ദിവസവും വൈകുന്നേരം വളരെ സാമൂഹ്യ പ്രസക്തമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിൽ ലഭ്യമായ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുവാനും വ്യക്തമായ അഭിപ്രായ രൂപീകരണം നടത്തുവാനും കഴിവുള്ള സമൂഹത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിലുള്ള പ്രഗത്ഭമതികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെമിനാറുകൾ നടന്നു വരുന്നുണ്ട്. വ്യത്യസ്തമായ വിഷയങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രഗത്ഭരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെമിനാറുകൾ നടക്കുകയുണ്ടായി. ഇന്ന് വളരെ സുപ്രധാനമായ ഒരു വിഷയം, മതം പൊതുജീവിതത്തിൽ എന്ന വിഷയമാണ് ഇവിടുത്തെ ഈ വൈജ്ഞാനികമായ സദസ്സിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ചർച്ചയിൽ എനിക്ക് ശേഷം ഒരു വിഷയാവതരണം ഉണ്ടാകും. വിഷയാവതരണത്തിന് ശേഷം ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ബഹുമാന്യനായ പി.കെ. റഹീം സാഹിബ് പരിചയപ്പെടുത്തിയ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തമായ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഈ വിഷയവുമായി ലഭ്യമായതിൽ സാധ്യമായതിൽ പ്രഗത്ഭരായ ആളുകളാണ് നമ്മുടെ വേദിയിലുള്ള എല്ലാവരും. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ അവർ രേഖപ്പെടുത്തും. തീർച്ചയായിട്ടും ഈ ചർച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം മതത്തെപ്പറ്റിയുള്ള നമ്മുടെ സങ്കല്പങ്ങളെപ്പറ്റിയും ജീവിതത്തിന്റെ ഏതെല്ലാം രംഗത്താണ് യഥാർത്ഥത്തിൽ മതം ഇടപെടേണ്ടത് എന്ന വിഷയത്തെപ്പറ്റി ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സുപ്രധാനമായ ഒരു ചർച്ചയാണ്. മതത്തിന്റെ വ്യാപ്തി, അതിന് അനുവദിക്കാവുന്ന പ്രവർത്തന മേഖല ഏതാണ്, എവിടം വരെ മതങ്ങൾക്ക് പ്രവർത്തന മേഖല അനുവദിക്കാം, മതങ്ങളുടെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ മതങ്ങളുടെ സ്വാധീന മേഖല ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഘട്ടത്തിലെത്തുമ്പോൾ അവസാനിക്കേണ്ടതാണോ, അതല്ല അതിന്റെ അപ്പുറത്തേക്കും കടന്നുകൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ വിശാലമായ മുഴുവൻ മേഖലകളിലേക്കും അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉള്ളടക്കം മതങ്ങൾക്കുണ്ടോ, അങ്ങനെ വ്യാപിപ്പിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം മതങ്ങൾക്ക് നൽകേണ്ടതുണ്ടോ, അതിന് പര്യാപ്തമാണോ ലോകത്തുള്ള മതങ്ങൾ? ഈ കാലഘട്ടത്തിന്റെ പൊതുജീവിതത്തെ സ്വാധീനിക്കുവാനും നിയന്ത്രിക്കുവാനുമുള്ള കരുത്ത് യഥാർത്ഥത്തിൽ മതങ്ങൾക്കുണ്ടോ? ഇത് മതങ്ങളുടെ ലക്ഷ്യമാണോ? ഞാൻ വിഷയത്തിലേക്ക് വല്ലാണ്ട് ഇറങ്ങി കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു വിഷയം എന്റെ മുമ്പിലേക്ക് വന്നപ്പോൾ എന്റെ മനസ്സിൽ ഉയർന്നു വന്ന, അല്ലെങ്കിൽ ചർച്ചയിൽ നിന്നും നമുക്കൊരു തെളിച്ചം, ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണം എന്ന് എനിക്ക് തോന്നിയതും എന്റെ മനസ്സിൽ വന്നതുമായ ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കും. തീർച്ചയായിട്ടും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രഗത്ഭരായ ആളുകൾ അത് സംബന്ധമായി അവരുടെ വളരെ ആഴത്തിലുള്ള അഭിപ്രായം പ്രകടിപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അപ്പൊ മതത്തിന് അങ്ങനെ ഒരു വിശാലമായ ലക്ഷ്യം ഉണ്ടോ? അങ്ങനെ ഒരു വിശാലമായ ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ വിശാലമായ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ ആവശ്യമായ ഉള്ളടക്കവും കരുത്തും യഥാർത്ഥത്തിൽ മതങ്ങൾക്കുണ്ടോ? അങ്ങനെ ജീവിതത്തെ മുഴുവനും സ്വാധീനിക്കേണ്ടതുണ്ടോ മതങ്ങൾ? ഇതാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ ചോദ്യം. അപ്പൊ ഇത്തരമൊരു ചോദ്യം ഉയർന്നു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി വരുന്നത് ഈ മതങ്ങളെപ്പറ്റിയുള്ള സങ്കല്പമാണ്. ഇപ്പൊ മതങ്ങളെപ്പറ്റി നിലനിൽക്കുന്ന ഒരു സങ്കല്പമുണ്ട്, ഒരു വ്യാപകമായി പൊതുവായി നിലനിൽക്കുന്ന ഒരു സങ്കല്പമുണ്ട്. മതം എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലും വ്യക്തി ജീവിതത്തിന്റെ ആത്മീയ ജീവിതത്തിലും മൊത്തത്തിൽ മതം എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾക്ക് മിക്കവാറും എല്ലാ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു പ്രാഥമികമായ ഒരു സങ്കല്പമാണ് മതം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വ്യക്തി ജീവിതത്തിൽ മാത്രം ഒതുങ്ങേണ്ട അവന്റെ സ്വകാര്യ ജീവിതം, ഒന്നുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ അവന്റെ രഹസ്യമായ ജീവിതം, അവന്റെ സ്വകാര്യ ജീവിതം, അവന്റെ വ്യക്തി ജീവിതം. വ്യക്തി ജീവിതത്തിൽ തന്നെ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മതം സ്വാധീനിക്കേണ്ടതുണ്ടോ? വ്യക്തി ജീവിതം എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തി ജീവിതത്തിൽ അവന്റെ പ്രവർത്തനങ്ങളുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആത്മീയ ജീവിതമുണ്ട്, അവന് വ്യക്തി ജീവിതമുണ്ട്, അവന് പൊതുജീവിതമുണ്ട്. നമ്മൾക്കെല്ലാവർക്കും ഈ 3 തരത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ട്. നമുക്കൊരു ആത്മീയ ജീവിതമുണ്ട്, നമുക്ക് മറുഭാഗത്ത് ഒരു വ്യക്തി ജീവിതമുണ്ട്. വ്യക്തി ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്റെ ജീവിതത്തിന്റെ ആകത്തുകയാണ് വ്യക്തി ജീവിതം. മറുഭാഗത്ത് ഒരു പൊതു രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ചില ആശയങ്ങളും സന്ദേശങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ 3 തലത്തിലാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പൊ നമ്മളുടെ ഒരു സാധാരണഗതിയിലുള്ള ഒരു കാഴ്ചപ്പാടിൽ മതം എന്ന് പറയുന്നത് അവന്റെ വ്യക്തി ജീവിതത്തിലും അവന്റെ ആത്മീയ ജീവിതത്തിലും പരിമിതമാകേണ്ടതാണ്. അതിന്റെ അപ്പുറത്തേക്ക് മതം കടക്കേണ്ടതില്ല. അവന്റെ വ്യക്തി ജീവിതത്തിൽ പോലും അവന്റെ മറ്റു പ്രവർത്തനങ്ങൾ, ആത്മീയേതരമായ പ്രവർത്തനങ്ങൾ, വ്യക്തി ജീവിതത്തിലെ ആത്മീയേതരമായ, അപ്പൊ ആത്മീയം ആത്മീയേതരം, ഇങ്ങനെ നമ്മൾ രണ്ടായി മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ വിഭജിക്കുകയാണ്. ആത്മീയ പ്രവർത്തനങ്ങൾ, ആത്മീയേതര പ്രവർത്തനങ്ങൾ. അപ്പൊ ആത്മീയേതരമായ വ്യക്തി ജീവിതത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് മതത്തിന്റെ സന്ദേശങ്ങൾ കടക്കേണ്ടതുണ്ടോ? അതിന്റെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് അവന്റെ പൊതുജീവിതം, അവൻ സമൂഹത്തിൽ ജീവിക്കുന്നവനാണ്, സമൂഹത്തിന്റെ വ്യത്യസ്തമായ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവന് സാമൂഹിക ജീവിതമുണ്ട്, അവന് സാമ്പത്തിക ജീവിതമുണ്ട്, അവന്റെ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങളുണ്ട്, അവന്റെ രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളുണ്ട്, അവന്റെ ഭരണപരമായ പ്രവർത്തനങ്ങളുണ്ട്, അവന്റെ ഒരുപാട് പ്രവർത്തന മേഖലകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സാമൂഹികമായ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് അവൻ നിർവഹിക്കുന്നു. ഈ പ്രവർത്തനങ്ങളിൽ കൂടിയാണ് മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം ഉരുത്തിരിഞ്ഞു വരുന്നു, വികസിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ രൂപീകരണം, അതിന്റെ വികാസം, അതിന് രൂപം നൽകുക, അതിന് രൂപഭാവങ്ങൾ നൽകുക, അതിന്റെ ആധാരശിലയായി യഥാർത്ഥത്തിൽ ഈ മതങ്ങൾ മാറേണ്ടതുണ്ടോ? മാറുവാൻ ആവശ്യമായ കരുത്തും ഉള്ളടക്കവും യഥാർത്ഥത്തിൽ ഈ മതങ്ങൾക്കുണ്ടോ? ഈ ഒരു അന്വേഷണത്തിൽ സാധാരണഗതിയിൽ ഉയർന്നു വരിക ഒരു വ്യക്തിയോട് മതം സ്വകാര്യ ജീവിതത്തിലുള്ള ഒരു ആത്മീയ പ്രവർത്തനം മാത്രമാണ്, അതിന്റെ അപ്പുറത്തേക്കുള്ള മേഖലയിൽ മതം ഇടപെടേണ്ടതില്ല എന്ന ഒരു പൊതുവായ ഒരു സമീപനമായിരിക്കും ഒരു സാധാരണഗതിയിൽ ഒരു മതവിശ്വാസി നൽകുക. ഇതൊരു വശം. മറുവശത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ലോകത്തുനിന്ന് മതവിശ്വാസം ലോകത്ത് ശക്തമാണ്. ഇടക്കാലഘട്ടത്തിൽ മതവിശ്വാസം അല്പം ഒന്ന് ദുർബലമായതിനു ശേഷം നിരീശ്വരവാദത്തിന്റെയും നിർമ്മതവാദത്തിന്റെയും ഒരു പരിധിവരെ അതിൽ അധിഷ്ഠിതമായ ചില രാഷ്ട്രീയമായ ദർശനങ്ങളുടെയും ശക്തമായ ഒരു കടന്നു വരവിന് ആ കാലഘട്ടത്തിൽ ലോകവ്യാപകമായി മതങ്ങളുടെ സ്വാധീനം അല്പം ഒന്ന് ദുർബലമായി. ആ കാലഘട്ടത്തിൽ ലോകത്തിൽ ചില ആളുകൾ സിദ്ധാന്തിച്ചു മതത്തിന്റെ കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു. അത് ശാസ്ത്രീയമായ വലിയ അറിവൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രപഞ്ചത്തെപ്പറ്റിയും പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളെപ്പറ്റിയും ഒന്നും വലിയ ബോധമൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ, മനുഷ്യന്റെ സാമൂഹികമായ പ്രതിഭാസങ്ങളെപ്പറ്റി, അവന്റെ സാമൂഹികമായ ജീവിത ശൈലികളെപ്പറ്റിയൊന്നും കാര്യമായ സാമൂഹിക ദർശനങ്ങളൊന്നും ഉരുത്തിരിഞ്ഞു വരാത്ത ഒരു കാലഘട്ടത്തിൽ, അപ്പൊ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളോ സാമൂഹിക രാഷ്ട്രീയമായ ദർശനങ്ങളോ ലോകത്ത് ഉയർന്നു വരാത്ത ഒരു കാലഘട്ടത്തിലുണ്ടായ മനുഷ്യന്റെ ആ ഒരു അറിവിന്റെ പരിമിതിയിൽ നിന്നും ഉണ്ടായതാണ് യഥാർത്ഥത്തിൽ മതങ്ങൾ. ഇന്ന് മനുഷ്യൻ സാമൂഹികമായി വളർന്നിരിക്കുന്നു,
മനുഷ്യന്റെ ജീവിതത്തിന് ദിശ നിർണ്ണയിക്കുവാൻ ആവശ്യമായ സാമൂഹ്യ പ്രത്യയശാസ്ത്രങ്ങൾ ലോകത്ത് വളർന്നു വന്നിരിക്കുന്നു. മറുഭാഗത്ത് പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളെ വിശദീകരിക്കുവാൻ കഴിയുന്ന രൂപത്തിലുള്ള സയൻസും ശാസ്ത്രീയമായ ഗവേഷണങ്ങളും ഇന്ന് വൻതോതിൽ വളർന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി മതത്തിന്റെ ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, മതം ദുർബലമായിരിക്കുന്നു എന്ന ഒരു പൊതുവായ കാഴ്ചപ്പാട് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ മുമ്പോട്ട് പോയിട്ട് ഇനി ലോകം വീണ്ടും മതത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഏത് മതവിശ്വാസം എടുത്തു നോക്കുകയാണെങ്കിലും ആ മതവിശ്വാസങ്ങളെല്ലാം ഇന്ന് ശക്തി പ്രാപിക്കുകയും മത അനുയായികളിൽ ശക്തമായ മതവിശ്വാസം വളർന്നു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യാം. പക്ഷെ നമ്മൾ കാണുന്ന ഒരു പ്രവണതയുണ്ട്. ഈ മതങ്ങൾക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവന്റെ ആത്മീയ രംഗത്തിന് അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ലോകത്തുള്ള മനുഷ്യരുടെ വ്യക്തിജീവിതം ഇന്ന് ശുദ്ധീകരിക്കുവാൻ ഈ മതങ്ങൾക്ക് കഴിയുന്നുണ്ടോ? വ്യക്തിജീവിതം ശുദ്ധീകരിക്കുവാൻ മതങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് ലോകത്ത് മതവിശ്വാസം ശക്തി പ്രാപിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനം ലോകത്തൊന്ന് വളരെ ശക്തി പ്രാപിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഈ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തി ജീവിതത്തിൽ അതിനനുസൃതമായ ഒരു വിശുദ്ധി യഥാർത്ഥത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഇത്തരം മതവിശ്വാസങ്ങളുമായി ശക്തമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് തന്നെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളും ക്രിമിനൽ പ്രവർത്തനങ്ങളും അതേമാതിരി സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളും ഇന്ന് നിർവഹിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ട് പലപ്പോഴും മതവിശ്വാസികൾക്ക് മറുപടി പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് സാമൂഹ്യ ജീവിതം, വ്യക്തിജീവിതത്തെ ശുദ്ധീകരിക്കുന്നതിൽ ഇന്ന് ലോകത്തെ ഈ ശക്തിപ്പെട്ടു വരുന്ന മതങ്ങൾക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ മുമ്പിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മതങ്ങൾ വ്യക്തിജീവിതത്തെ ശുദ്ധീകരിക്കേണ്ടതുണ്ടോ? ആത്മീയ രംഗത്തേക്ക് മാത്രം കടന്നു വന്നാൽ മതിയോ? ഇനി ആത്മീയ രംഗത്ത് മാത്രമാണെങ്കിൽ ഈ ആത്മീയ രംഗത്ത് തന്നെ എന്ത് നിലപാടാണ് യഥാർത്ഥത്തിൽ മതങ്ങൾ സ്വീകരിക്കേണ്ടത്? അതിന്റെ അപ്പുറത്തേക്ക് വ്യക്തിജീവിതത്തിൽ ഈ മതകീയമായ മൂല്യങ്ങൾ, മതകീയമായ നിയമങ്ങൾ, അങ്ങനെ വല്ല നിയമങ്ങളും ഉണ്ടോ? വ്യക്തികൾ പാലിക്കേണ്ടവന്റെ അവന്റെ ജീവിതത്തിൽ, വിശാലമായ ജീവിതത്തിൽ വ്യക്തികൾ പാലിക്കേണ്ട വല്ല നിയമങ്ങളും ലോകത്ത് മതങ്ങൾ നൽകുന്നുണ്ടോ? മതങ്ങൾ നൽകുന്നുണ്ട് എങ്കിൽ ആ നിയമങ്ങൾ അവൻ വ്യക്തിജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോകത്ത് ഇന്നത്തെ മതങ്ങൾക്ക് വ്യക്തിജീവിതത്തെ ശുദ്ധീകരിക്കുവാനും പരിവർത്തിപ്പിക്കുവാനും ശക്തമായി കഴിയേണ്ടതുണ്ട്. അപ്പൊ മതങ്ങൾക്ക് അങ്ങനെ വ്യക്തിജീവിതത്തിൽ അവൻ പാലിക്കേണ്ട നിയമങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾക്കപ്പുറം, ആരാധനാകർമ്മങ്ങൾക്കപ്പുറം, ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറം കൃത്യമായ നിയമങ്ങൾ വല്ലതും വ്യക്തിജീവിതത്തിൽ പാലിക്കുവാൻ വേണ്ടി മതങ്ങൾ ലോകത്ത് നൽകുന്നുണ്ടോ? അങ്ങനെയുള്ള ഉള്ളടക്കം ലോകത്തെ മതങ്ങൾക്കുണ്ടോ? ഏത് മതവുമാകട്ടെ, അങ്ങനെയുള്ള ഉള്ളടക്കം ലോകത്തെ മതങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ആ വ്യക്തിജീവിതത്തിലെ വിശുദ്ധി നിലനിർത്തുവാൻ ആവശ്യമായ നിയമങ്ങൾ ഇനി വ്യക്തിജീവിതത്തിൽ പാലിക്കണമെന്ന് മതവിശ്വാസികൾക്ക് നിർബന്ധമുണ്ടോ? ഈ കാഴ്ചപ്പാട് മതവിശ്വാസികൾക്കുണ്ടോ? അതോ ആ വ്യക്തിജീവിതത്തിലെ വിശുദ്ധി പാലിക്കാതെ തന്നെ ആത്മീയമായ പ്രവർത്തനങ്ങളിൽ കൂടി ഈ ലോകത്ത് ആത്മനിർവൃതിയും മരണാനന്തരം ആത്മാവിന്റെ മോക്ഷവും നേടിയെടുക്കാൻ കഴിയുമോ? കേവലം ആത്മീയമായ അനുഷ്ഠാനങ്ങളിൽ കൂടി, ആരാധനാകർമ്മങ്ങളിൽ കൂടി ഈ ലോകത്ത് ആത്മനിർവൃതി, അതാണല്ലോ ഈ ലോകത്തെ മതങ്ങളിൽ. എന്താണ് മതങ്ങളുടെ ലക്ഷ്യം? എന്താണ് ഈ മതങ്ങളുടെ ലക്ഷ്യം? ഞാനൊരു വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകത്തിൽ, ലോക നാഗരികതകളുടെ ചരിത്രം എന്നൊരു പുസ്തകത്തിൽ ഈ മതങ്ങളുടെ ലക്ഷ്യത്തെപ്പറ്റി ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, ചരിത്രത്തിൽ കടന്നു വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെല്ലാം ആ കാലഘട്ടത്തിലെ സാമൂഹിക ശക്തികളുമായി സംഘർഷത്തിലായിരുന്നു എന്നതാണ്. ഒരു വ്യക്തമായ ഒരു ചരിത്രപരമായ ഒരു കണ്ടെത്തലാണ്. ചരിത്രത്തിൽ കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം അതാത് കാലഘട്ടത്തിലെ സാമൂഹിക ശക്തികളോട് ഏറ്റുമുട്ടുകയായിരുന്നു, സംഘർഷത്തിലായിരുന്നു. ആ സാമൂഹിക ശക്തികളെ 3 വിഭാഗമായി അവിടെ നിർണ്ണയിക്കുകയാണ്. ഒന്ന് ഭരണവർഗമാണ്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആ പ്രവാചകന്മാരെല്ലാം ആ കാലഘട്ടത്തിലെ ഭരണവർഗവുമായി, രാജാക്കന്മാരുമായി, ചക്രവർത്തിമാരുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരവസ്ഥയല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത്. ബഹുഭൂരിഭാഗം പ്രവാചകന്മാരും അവരുമായി ഏറ്റുമുട്ടുകയായിരുന്നു. യേശുവിന്റെ കഥ വിശദീകരിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. എന്തുകൊണ്ട് യേശുവിന് റോമാ സാമ്രാജ്യവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ടാണ് റോമാ സാമ്രാജ്യവുമായി യേശുവിന് പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിഞ്ഞില്ല? റോമാ സാമ്രാജ്യത്തിന്റെ അധികാരപരിധിയിൽ യേശുവിന് വല്ല താല്പര്യമുണ്ടായിരുന്നോ? റോമാ സാമ്രാജ്യം അധികാരം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ ഒരു മേഖലയിൽ യേശുവിന് പ്രത്യേകമായി വല്ലതും പറയാനുണ്ടായിരുന്നോ? ആ രംഗത്ത് യേശുവിനൊന്നും പറയാനില്ലായിരുന്നുവെങ്കിൽ പിന്നെ യേശുവും റോമും തമ്മിൽ ഏറ്റുമുട്ടേണ്ട അവസ്ഥ എന്തായിരുന്നു? അവിടുത്തെ സമ്പന്നവർഗവുമായി എന്തുകൊണ്ടാണ് ഈ പ്രവാചകന്മാർക്ക് ഏറ്റുമുട്ടേണ്ടി വന്നത്? സമ്പന്നന്മാരുടെ പ്രവർത്തന മേഖലയിൽ പ്രവാചകന്മാർക്ക് വല്ലതും പറയാനുണ്ടായിരുന്നോ? പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾക്ക് ഈ സമ്പന്നന്മാരുടെ പ്രവർത്തന മേഖലയിൽ എന്തെങ്കിലും സന്ദേശം നൽകുവാനുണ്ടായിരുന്നോ?
അവരുടെ പ്രവർത്തന മേഖല, സാമ്പത്തിക മേഖല പ്രവാചകന്മാരുടെ പരിധിക്ക് പുറത്താണ്. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ആത്മീയ മേഖല മാത്രമാണെങ്കിൽ അതാത് കാലഘട്ടത്തിലെ മുതലാളി വർഗവുമായി പ്രവാചകന്മാർ ഏറ്റുമുട്ടേണ്ടി വരുമായിരുന്നില്ല. പക്ഷെ വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ, വിശുദ്ധ ഖുർആനാകട്ടെ അതിനു മുമ്പുള്ള വേദഗ്രന്ഥങ്ങളാകട്ടെ പരിശോധിച്ച് നോക്കിയാൽ, ഈ അതാത് കാലഘട്ടത്തിലെ പ്രമാണി മുതലാളിത്ത സമ്പന്ന വർഗവുമായി ശക്തമായ ഒരു മുഖാമുഖം നിൽക്കുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ യേശു അടക്കമുള്ള, ഈസാ നബി അടക്കമുള്ള പ്രവാചകന്മാരെ ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണുവാൻ കഴിയാം. മറുഭാഗത്ത് അതാത് കാലഘട്ടത്തിലെ വ്യവസ്ഥാപിതമായ മതപൗരോഹിത്യമാണ്. പ്രവാചകന്മാർക്ക് മുഖാമുഖം നിൽക്കേണ്ടി വന്ന മറ്റൊരു വിഭാഗം മതപൗരോഹിത്യമാണ്. സമ്പന്നന്മാരുമായി ഏറ്റുമുട്ട് നമുക്ക് മനസ്സിലാക്കാം, രാജാക്കന്മാരുമായി ഏറ്റുമുട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതാത് കാലഘട്ടത്തിലെ മതപൗരോഹിത്യവുമായി, അവിടെയും യേശുവിന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ടാണ് ആ ഗ്രന്ഥം എന്ന് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ യഹൂദ പൗരോഹിത്യവുമായി യേശുവിന് ഏറ്റുമുട്ടേണ്ടി വന്നത്? അപ്പൊ ആ കാലഘട്ടത്തിലെ പൗരോഹിത്യം കൈകാര്യം ചെയ്യുന്ന മതത്തിന്റെ ആ രംഗത്തും യേശുവിന് തനതായ വ്യക്തമായ കാഴ്ചപ്പാട് പ്രവാചകന്മാർക്കുണ്ടായിരുന്നു. അപ്പൊ ഈ പൗരോഹിത്യം ആ കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ പരിവർത്തനത്തിന് സഹായകമായ നിലപാടായിരുന്നില്ല സ്വീകരിച്ചിരുന്നത്. എന്നിട്ട് അതിന് നൽകുന്ന മറുപടി, ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാർ വരുമ്പോൾ പരമ്പരാഗതമായ മതപൗരോഹിത്യം സമർപ്പിച്ച കാഴ്ചപ്പാട്, മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മനിർവൃതിക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. പക്ഷെ പ്രവാചകന്മാർ ലോകത്ത് വന്നുകൊണ്ട് പ്രഖ്യാപിച്ചു, യഥാർത്ഥത്തിൽ ഈ മതം എന്ന് പറയുന്നത്, ദൈവികമായ ദർശനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മനിർവൃതിക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല, അത് സാമൂഹിക പരിവർത്തനത്തിനും കൂടി ഉള്ളതാണ് എന്ന് ലോകത്തിൽ കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് സാമൂഹിക ശക്തികളുമായി പ്രവാചകന്മാർക്ക് ഏറ്റുമുട്ടേണ്ടി വന്നത്. അപ്പൊ സാമൂഹിക പരിവർത്തനം എന്നത് മതത്തിന്റെ ഒരു ലക്ഷ്യമാണോ? ഇത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മതപണ്ഡിതന്മാർ എഴുതിയ ഒരു പുസ്തകത്തിലെ പരാമർശമല്ല ഞാൻ ഈ പറയുന്നത്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പ്രസിദ്ധീകരിച്ച ഒരു വലിയ ഒരു പ്രസിദ്ധമായ ഒരു പുസ്തകത്തിലെ സുപ്രധാനമായ ഒരു ചാപ്റ്ററിലെ ചോദ്യത്തിന്റെ ഉത്തരമാണ് പറയുന്നത്. അതായത് പരമ്പരാഗതമായ മതപൗരോഹിത്യം ഏത് കാലഘട്ടത്തിലായാലും മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ വ്യക്തിനിഷ്ഠമായ കുറെ അനുഷ്ഠാനങ്ങൾക്കുള്ള ആത്മനിർവൃതിക്ക് വേണ്ടിയുള്ളതാണ്. അതിന്റെ അപ്പുറത്തേക്ക് വിശാലമായ ലക്ഷ്യങ്ങളൊന്നും മതത്തിനില്ല എന്ന രൂപത്തിൽ ദേവാലയങ്ങളിൽ ചടഞ്ഞുകൂടുകയായിരുന്നു ജീർണിച്ച ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി. പ്രവാചകന്മാർ വന്നുകൊണ്ട് കേവലം ആത്മനിർവൃതി, വ്യക്തിയുടെ ആത്മനിർവൃതി കൊണ്ട് മാത്രം സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാവുകയില്ല. സമൂഹത്തിൽ സാമൂഹിക പരിവർത്തനം നടക്കണം. സാമൂഹിക പരിവർത്തനം നടക്കണമെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും സാമൂഹിക പരിവർത്തനത്തിന്റെ മുമ്പിൽ വിഘാതമായി നിൽക്കുന്നത് ആ കാലഘട്ടത്തിലെ സമ്പന്നവർഗവും ഭരണവർഗവുമാണ്. അതുകൊണ്ട് സമ്പന്നവർഗത്തിന്റെയും ഭരണവർഗത്തിന്റെയും സമീപനം മാറ്റിക്കൊണ്ടല്ലാതെ സാമൂഹിക പരിവർത്തനം നടക്കുകയില്ല. അങ്ങനെ സമീപനം മാറ്റണമെങ്കിൽ ഒരു ബദൽ സമീപനം തന്റെ കയ്യിൽ ഉണ്ടായിരിക്കണ്ടേ? ഒരു ബദൽ സമീപനം തന്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മാറ്റാൻ കഴിയൂ. അങ്ങനെ ഒരു ബദൽ സമീപനം പ്രവാചകന്മാർ സമർപ്പിച്ചിട്ടുണ്ട്. ആ ബദൽ സമീപനം സമർപ്പിച്ചതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ സാമൂഹ്യ ശക്തികളുമായി ഏറ്റുമുട്ടുക. എന്ന് വെച്ചാൽ പൊതുജീവിതത്തിൽ, സാമ്പത്തിക ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ, ഭരണജീവിതത്തിൽ ഒരു പരിവർത്തനം പ്രവാചകന്മാർ ആഗ്രഹിച്ചിരുന്നു. അവിടെ പ്രവാചകന്മാർക്ക് പരിവർത്തനം ആഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രവാചകന്മാർ ദർശനം പൊതുജീവിതത്തിൽ ശക്തമായി ഇടപെടുക എന്ന ലക്ഷ്യമല്ലായിരുന്നുവെങ്കിൽ പ്രവാചകന്മാർക്ക് ആ രൂപത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടി വരുമായിരുന്നില്ല. അപ്പൊ മതത്തിന്റെ ഉള്ളടക്കം എന്താണ്? അപ്പൊ കേവലം ആത്മീയമായ അനുഷ്ഠാനങ്ങൾ കൊണ്ട് എന്ത് നേട്ടമാണ് സമൂഹത്തിൽ നേടിയെടുക്കാൻ കഴിയുക? അത് വ്യക്തി ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്നില്ല, സാമൂഹ്യ ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്നില്ല. വ്യക്തി ജീവിതത്തെ പരിവർത്തിപ്പിക്കാത്ത, സാമൂഹ്യ ജീവിതത്തെ പരിവർത്തിപ്പിക്കാത്ത ഒരു മതമാണോ നമുക്ക് വേണ്ടത്? അതാണോ മതത്തിന്റെ ഉള്ളടക്കം? ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ വേദഗ്രന്ഥങ്ങൾ സമർപ്പിച്ച മതത്തിന്റെ ഉള്ളടക്കം വ്യക്തി ജീവിതത്തെ പരിവർത്തിപ്പിക്കാത്തതാണോ? വ്യക്തി ജീവിതത്തെ പരിവർത്തിക്കുവാൻ കഴിയുന്ന ശക്തമായ നിയമപരമായ നിർദ്ദേശങ്ങളും ഉള്ളടക്കവും ഉള്ളതാണോ? അതല്ല കേവലം കുറെ അനുഷ്ഠാനങ്ങളും കുറെ ധാർമ്മികമായ മൂല്യങ്ങളും ഉപദേശിക്കുക എന്നതും. അതല്ല, കൃത്യമായ നിയമങ്ങൾ വ്യക്തി ജീവിതത്തിൽ പാലിക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ടോ? ആ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ടോ? അത് ജീവിതത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ടോ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മദ്യപാനം. ഈ മദ്യപാനം എന്ന് പറഞ്ഞ് വേദഗ്രന്ഥങ്ങൾ മുഴുവനും വിലക്കുന്നുണ്ട്. ഇതൊരു വ്യക്തി യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വർജിക്കേണ്ടതാണോ? മതവിശ്വാസം ശക്തമായുള്ള, മദ്യത്തെ ശക്തമായി വിലക്കുന്ന വേദഗ്രന്ഥത്തിൽ വിശ്വാസമുള്ള ആ വ്യക്തികൾ തന്നെ അതേ വേദഗ്രന്ഥത്തിന്റെ അനുഷ്ഠാന നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കുകയും അതേ വേദഗ്രന്ഥത്തിന്റെ മദ്യപിക്കരുത് എന്നുള്ള നിയമങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഈ വൈരുദ്ധ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം. ഇത് വ്യക്തി ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഈ സമൂഹത്തിൽ ഈ മദ്യസംബന്ധമായ പോളിസി സാമൂഹിക രംഗത്ത് അത്തരമൊരു നിലപാട് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ടോ? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മദ്യത്തിന്റെ പോളിസി തന്നെ എടുത്തു നോക്കുക. ഇപ്പൊ ഈ പൊതുജീവിതത്തിൽ ഈ വേദഗ്രന്ഥങ്ങളുടെ മതത്തിന്റെ ഈ ഉള്ളടക്കത്തിൽ ശക്തമായി ഉയർത്തുന്ന ഒന്നാണ് മദ്യരാഹിത്യം എന്ന് പറയുന്നത്. അപ്പൊ പൊതുജീവിതത്തിൽ ഈ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥമാണോ? അതല്ല പൊതുജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മദ്യത്തിന് അനുകൂലമായ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ പാടുണ്ടോ?
അപ്പൊ വേദഗ്രന്ഥത്തിന്റെയും മതത്തിന്റെ ഈ അധ്യാപനം വ്യക്തിജീവിതത്തിൽ മാത്രം ഒതുക്കിയാൽ മതിയോ? അതല്ല പൊതുജീവിതത്തിലേക്ക് നമ്മൾ സന്നിവേശിപ്പിക്കേണ്ടതുണ്ടോ? വ്യക്തിജീവിതത്തിലേക്ക് സന്നിവേശിപ്പിച്ചാൽ വ്യക്തി മദ്യപിക്കാത്തവനായി സംശുദ്ധനായി മാറും. പക്ഷെ മറുഭാഗത്ത് സമൂഹത്തിൽ മദ്യം ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പൊ വ്യക്തിജീവിതത്തിൽ മദ്യം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ പൊതുജീവിതത്തിൽ ആ മദ്യത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ഈ വേദഗ്രന്ഥങ്ങൾ സമൂഹത്തിന് നൽകുന്നുണ്ടോ, മതങ്ങൾ നൽകുന്നുണ്ടോ? ഇന്നങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പൊതുജീവിതത്തിൽ ഈ നിലപാട് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ടോ? പൊതുജീവിതത്തിൽ നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ ആ പൊതുജീവിതത്തിലെ നിലപാടിനെയാണ് നമ്മൾ രാഷ്ട്രീയ നിലപാടെന്ന് പറയാം. അപ്പം യഥാർത്ഥത്തിൽ മദ്യത്തിലുമായി ബന്ധപ്പെട്ട ഒരു മതത്തിന്റെ നിയമങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ പൊതുജീവിതത്തിൽ മദ്യത്തിനെതിരായ നിലപാട് സ്വീകരിക്കണം. അപ്പൊ സമൂഹത്തെ മദ്യമുക്തമാക്കുവാൻ അവൻ പരിശ്രമിക്കണം. അത്തരമൊരു രാഷ്ട്രീയ നിലപാട് അവൻ സ്വീകരിക്കണം. അത്തരമൊരു സാമൂഹിക നിലപാട് അവൻ സ്വീകരിക്കണം. അവിടെ ആ നിലപാട് സ്വീകരിക്കാൻ അവൻ ബാധ്യസ്ഥനാണോ എന്നതാണ് ഞാനതിന് ഉത്തരം പറയുകയല്ല, മൗലികമായ ചോദ്യമാണ്. അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ് എങ്കിൽ പിന്നെ പൊതുജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇത്തരം മൂല്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതില്ല. പൊതുജീവിതം സ്വതന്ത്രമാണ്. പൊതുജീവിതം സ്വതന്ത്രമാണ്. അവിടെ നമുക്ക് അനുയോജ്യമായ രൂപത്തിൽ എന്ത് നിലപാടും സ്വീകരിക്കാം. വേദഗ്രന്ഥങ്ങളും മതവും ഒക്കെ പരമാവധി പോവുകയാണെങ്കിൽ ആത്മീയ രംഗം അല്ലെങ്കിൽ വ്യക്തിജീവിതം, അതിന്റെ അപ്പുറത്തേക്ക് പലിശ ഉദാഹരണം എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ വേദഗ്രന്ഥങ്ങളും പലിശയെ വിലക്കുന്നുണ്ട്. പക്ഷേ ഈ വേദഗ്രന്ഥങ്ങളിലെ അനുഷ്ഠാന നിയമങ്ങൾ പാലിക്കുന്നവർ പോലും പലിശയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് വാങ്ങുകയും ഇടപെടുകയും അതിന്റെ സ്ഥാപനങ്ങൾ നടത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് ലോകവ്യാപകമായി നമുക്ക് കാണുവാൻ കഴിയുക. എങ്കിൽ വേദഗ്രന്ഥങ്ങളിലെ പലിശയുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ എന്തിനാണ് വേദഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്? അത് വ്യക്തിജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. വ്യക്തിജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കണം എന്ന് വാദിക്കുന്നവർ പോലും പൊതുജീവിതത്തിലേക്ക് വരുമ്പോൾ പലിശയ്ക്കെതിരായ ഒരു നിലപാട്, സാമ്പത്തിക നിലപാട് സ്വീകരിക്കണം എന്ന നിർബന്ധമില്ല. അവിടെ വരുമ്പോൾ പലിശയ്ക്ക് അനുകൂലമായ സാമ്പത്തിക നിലപാട് സ്വീകരിക്കാം. അതുകൊണ്ടാണ് അനുയായികൾ, ജനങ്ങൾ ബഹുഭൂരിഭാഗവും മതകീയമായ അടിസ്ഥാനത്തിൽ മദ്യത്തിനെതിരായിരിക്കുമ്പോഴും സമൂഹം മദ്യത്തിൽ മുങ്ങിച്ചെത്തുകൊണ്ടിരിക്കുന്നത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മുഴുവൻ മതങ്ങളും മുഴുവൻ മതവിശ്വാസികളും പലിശയ്ക്കെതിരാണെങ്കിലും സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ പലിശയിൽ മുങ്ങി നമ്മൾ ആളുകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗ്ഗഭോഗം വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ലോകത്തിലെ എല്ലാ വേദഗ്രന്ഥങ്ങളും, അംഗീകരിക്കപ്പെട്ട എല്ലാ വേദഗ്രന്ഥങ്ങളും ഈ സ്വർഗ്ഗഭോഗത്തെ ശക്തമായി നിരാകരിക്കുന്നു. അപ്പൊ ഈ സ്വർഗ്ഗഭോഗത്തെ ശക്തമായി നിരാകരിക്കുമ്പോൾ അത് ഉപേക്ഷിച്ചാൽ മാത്രം മതിയോ? അതല്ല, സാമൂഹിക രംഗത്ത്, നിയമനിർമ്മാണ രംഗത്ത്, ഭരണപരമായ രംഗത്ത് അതിനെതിരായ പൊതുജീവിതത്തിൽ അതിനെതിരായ നിലപാട് സ്വീകരിക്കണോ? അതോ പൊതുജീവിതത്തിൽ അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം വേദഗ്രന്ഥങ്ങളും മതങ്ങളും മനുഷ്യന് നൽകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ മതങ്ങൾക്ക് പൊതുജീവിതത്തിലോ സാമൂഹിക ജീവിതത്തിലോ പരിവർത്തനം വരുത്തുവാനുള്ള ഒരു കരുത്തില്ല, ഒരു ബാധ്യതയില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. ഞാൻ അടിസ്ഥാനപരമായി ഈ ചർച്ചയുടെ ഞാൻ മനസ്സിലാക്കിയ ഒരു മർമ്മം സൂചിപ്പിക്കാം. അപ്പൊ ഇത് മുമ്പിൽ വെച്ചുകൊണ്ട് എന്താണ് നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു സമീപനം? മതത്തിൽ വിശ്വസിക്കുന്നവർ എന്ത് നിലപാട് സ്വീകരിക്കണം? മതങ്ങൾ ഏത് മതം എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. മതങ്ങളിൽ വിശ്വസിക്കുന്നവർ ഇത്തരം ഒരു ഉള്ളടക്കം മതങ്ങൾക്കുണ്ടോ? അടിസ്ഥാനപരമായി മതങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ട കാര്യമുണ്ടോ? അതല്ല, മതങ്ങൾ ഇതിലൊന്നും ഇടപെടാതെ ആത്മീയ രംഗത്തും അനുഷ്ഠാന രംഗത്തും മാത്രം ഇടപെട്ടുകൊണ്ട് മുമ്പോട്ട് പോയാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അത്തരം മതങ്ങൾ ലോകത്തിന് എന്ത് ആവശ്യം എന്ന ചോദ്യമുണ്ട്. വ്യക്തിജീവിതത്തെ ശുദ്ധീകരിക്കാത്ത, സാമൂഹിക ജീവിതത്തെ ശുദ്ധീകരിക്കാത്ത ഒരു മതമാണോ ദൈവം തമ്പുരാൻ മനുഷ്യരാശിക്ക് നൽകിയതെങ്കിൽ ആ മതം കൊണ്ട് എന്ത് പ്രയോജനം? കേവലം വ്യക്തിയുടെ ആത്മനിർവൃത്തി മാത്രമാണോ? വ്യക്തിയെ ശുദ്ധീകരിക്കാൻ കഴിയാത്ത, സമൂഹത്തെ ശുദ്ധീകരിക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ചർച്ച, ഈ ഒരു അന്വേഷണത്തിനാണ് യഥാർത്ഥത്തിൽ ഉത്തരം കണ്ടെത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിഷയ അവതരണത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഇത്തരം ഒരു അന്വേഷണത്തിൽ നമ്മൾ വളരെ വ്യക്തമായ ഒരു നിലപാട്, എന്താണ് മതത്തിന്റെ റോൾ, എന്താണ് മതത്തിന്റെ ലക്ഷ്യം, അത് ചരിത്രപരമായി എന്ത് റോളാണ് മതം നിർവഹിച്ചത്, പ്രവാചകന്മാർ എന്ത് റോളാണ് ഈ വിഷയത്തിൽ നിർവഹിച്ചത്, അതിൽ പൊതുജീവിതം ഉൾക്കൊണ്ടിരുന്നോ, സാമൂഹിക ജീവിതം ഉൾക്കൊണ്ടിരുന്നോ, പൊതുജീവിതത്തിൽ അവർ നിലപാട് സ്വീകരിച്ചിരുന്നുവോ, പൊതുജീവിതത്തിലെ തിന്മകളോട് അവർ ഏറ്റുമുട്ടിയിരുന്നുവോ, ആ തിന്മയുമായി അവർ യുദ്ധം ചെയ്തിരുന്നുവോ, പൊതുജീവിതത്തെ അത്തരം വ്യക്തിജീവിതത്തിൽ ഏതൊരു തിന്മയാണോ നമ്മൾ നിഷ്കാസനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ തിന്മയെ പൊതുജീവിതത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യൽ നമ്മുടെ ബാധ്യതയാണോ? ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതാണ്. ഏതൊരു നന്മയാണോ വ്യക്തിജീവിതത്തിൽ നമ്മൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ നന്മ പൊതുജീവിതത്തിൽ സ്ഥാപിക്കാൻ പോരാടേണ്ടത് നമ്മുടെ ബാധ്യതയാണോ? ഇത് മതം ആ ബാധ്യത നമ്മുടെ തലയിൽ കെട്ടിവെക്കുന്നുണ്ടോ? ഈ അന്വേഷണമാകട്ടെ ഈ ചർച്ചയുടെ ആത്മാവ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും നമുക്ക് വളരെ ശ്രദ്ധേയമായ, സുപ്രധാനമായ ഒരു വിഷയമാണ് ഈ സംഘാടകർ ഈ ചർച്ചയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്.
ചർച്ചയിൽ പങ്കെടുക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളോട് വളരെ ക്രിയാത്മകമായും സജീവമായും തീവ്രമായും പ്രതികരിക്കാൻ കഴിയുന്നവരാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ കിടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ ഒരു ചർച്ചാ സൂചകം എന്ന നിലയ്ക്ക് എനിക്ക് അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വിശാലമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇതിന്റെ നാനാവശങ്ങളിലേക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വളരെ പ്രമുഖരും പ്രഗത്ഭരുമായ ആളുകൾ തീർച്ചയായിട്ടും സദത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കും. ചർച്ച കഴിയുമ്പോൾ നമുക്കത് സംബന്ധം ഒരു ഉൾക്കാഴ്ച ഉണ്ടാകും എന്നുള്ള ആത്മാർത്ഥമായ പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സദസ്സിലും വേദിയിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. മതം പൊതുജീവിതത്തിൽ എന്ന തലക്കെട്ട് നമ്മുടെ കാലത്ത് അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു തലക്കെട്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മതം പൊതുജീവിതത്തിൽ ഇടപെടുവാൻ പാടില്ല എന്ന് വിശ്വസിക്കുകയും എന്ന വിശ്വാസം തങ്ങളുടെ മറ്റെല്ലാ വിശ്വാസങ്ങളുടെയും അടിസ്ഥാന രേഖയായി അടിയാധാരമായി കരുതിപ്പോരുകയും ചെയ്ത ഒരു നാഗരികത, ഒരു ലോകക്രമം അവസാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രഘട്ടത്തിലാണ് നമ്മൾ വീണ്ടും മതം പൊതുജീവിതത്തിൽ എന്ന വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ സെക്യുലറിസം എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന മതേതരത്വം എന്ന് പറയുന്ന ഒരു ലോകഘടന, അല്ലെങ്കിൽ സെക്യുലർ മോഡേണിറ്റി, മതേതര ആധുനികത എന്ന് പറയുന്ന ഒരു ലോകാവസ്ഥ, ലോകഘടന പ്രായോഗികമായും പ്രത്യയശാസ്ത്രപരമായും അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മുടേത്. അക്കാദമികമായി ഈ കാലത്തെ പോസ്റ്റ് സെക്യുലർ ഏജ്, മതേതരാനന്തര കാലം എന്നാണ് വിളിക്കുന്നത്. അതായത് ദൈവത്തെയും മതത്തെയും മനുഷ്യന്റെ പൊതുജീവിതത്തിൽ നിന്ന്, പൊതുവ്യവഹാരങ്ങളിൽ നിന്ന് ആട്ടിയകറ്റി യുക്തിചിന്തയ്ക്കും ശാസ്ത്രബോധത്തിനും നെടുനായക സ്ഥാനം നൽകിയ ഒരു കാലമായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടുകൾ, കഴിഞ്ഞ 1.5 നൂറ്റാണ്ടുകൾ. ഈ കാലത്തെയാണ് നമ്മൾ ആധുനികത അല്ലെങ്കിൽ ആധുനിക മതേതരത്വം, സെക്യുലർ മോഡേണിറ്റി എന്നൊക്കെ വിളിക്കുന്നത്. യൂറോപ്പിലുണ്ടായ പല പേരുകളിൽ അറിയപ്പെടുന്ന ചില പ്രത്യേക പ്രവണതകൾ, എൻലൈറ്റ്മെന്റ് എന്ന് പറയും. നമ്മൾക്ക് സ്കൂൾ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടാവും എൻലൈറ്റ്മെന്റ്. അതേപോലെ വ്യാവസായിക വിപ്ലവം എന്നൊക്കെ പറയുന്ന യൂറോപ്പിലുണ്ടായ ചില പ്രവണതകൾ, ആ പ്രവണതകളെ തുടർന്നുണ്ടായ അതിന്റെ ഒരു പ്രത്യയശാസ്ത്ര ബോധം, അതിനെ തുടർന്നുണ്ടായ ഒരു ലോക കാഴ്ചപ്പാട്, ഇതിനെല്ലാം കൂടി നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സെക്യുലർ മോഡേണിറ്റി, മതേതര ആധുനികത എന്ന് വിളിക്കും. ഈ ലോകബോധം, ഈ കാഴ്ചപ്പാട് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന, പ്രത്യയശാസ്ത്രപരമായി വിറങ്ങലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഇവിടെ സെക്യുലർ ആശയങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെടുകയും പോസ്റ്റ് സെക്യുലർ കാഴ്ചപ്പാടുകൾ ഉയർന്നു വരികയും ചെയ്യുന്ന, മേൽക്കൈ നേടുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് നമ്മുടേത്. ഇതിങ്ങനെ പറയുമ്പം മതേതരത്വം അല്ലെങ്കിൽ സെക്യുലർ ലോകം എന്ന് പറയുമ്പോൾ ചെറിയ ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇടയുള്ളത് കൊണ്ട് അത് തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. മതസമൂഹങ്ങൾക്കിടയിൽ സ്നേഹബന്ധങ്ങൾ, മതസമൂഹങ്ങൾക്കിടയിലുള്ള അടുപ്പം, മതസമൂഹങ്ങൾക്കിടയിലുള്ള പരസ്പരമുള്ള ചേർച്ചയും സ്നേഹവും പങ്കുവെക്കലും, ഇതിനെ കുറിക്കാനുള്ള ഒരു പദമായിട്ട് മതേതരത്വം എന്ന പദം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. ആ അർത്ഥത്തിലല്ല ഞാൻ മതേതരത്വം എന്ന പദം ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ ഈ പദത്തിന്റെ പ്രശ്നങ്ങൾ, ഈ പദം ഉപയോഗിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ മലയാളത്തിൽ ഈ പദം ഉപയോഗിക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഷാപരമായ ഒരു തീർപ്പ് കൽപ്പിച്ച ആൾ ഒരുപക്ഷെ EMS ആയിരിക്കും. അദ്ദേഹം ഈ ഇന്ത്യയിലെ ഈ എല്ലാ മതങ്ങളോടും ഒരേ നിലപാട് സ്വീകരിക്കുക എന്ന ഇന്ത്യൻ സെക്യുലറിസത്തെ
മതനിരപേക്ഷത എന്ന വാക്കുകൊണ്ടാണ് അദ്ദേഹം അടയാളപ്പെടുത്തിയത്. മതനിരപേക്ഷത എന്ന വാക്ക് മലയാളിക്ക് പരിചയപ്പെടുത്തിയ അദ്ദേഹമാണ്. സെക്യുലറിസം എന്ന് നമ്മൾ പറയുമ്പോൾ ആശയാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ മതനിരപേക്ഷതയല്ല, മറിച്ച് മതം വീട്ടിലിരുന്നാൽ മതി. മതം മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിൽ ആവശ്യമാണെങ്കിൽ എടുത്തുപയോഗിച്ചാൽ മതി. പൊതുമണ്ഡലത്തിൽ, പബ്ലിക് സ്പേസിൽ മതം വരുന്നത് അപകടമാണ് എന്ന കാഴ്ചപ്പാടാണ് നമ്മൾ സെക്യുലറിസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ വരുന്ന വഴിക്ക് ഏറ്റവും പുതിയ മാതൃഭൂമിയിലെ ബഹുമാന്യനായ കെ.എൻ. പണിക്കർ സാറുടെ ഒരു പ്രഭാഷണം, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണം വായിക്കുകയുണ്ടായി. ഹെബർമാസിനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ പൊതുമണ്ഡലം മതം കവർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള ആശങ്കയാണ് അദ്ദേഹം അതിൽ സമർത്ഥിക്കുന്നത്. ഇത് ഈ ആശങ്ക സെക്യുലർ പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ പൊതുമണ്ഡലങ്ങൾ ശോഷിച്ചുകൊണ്ടിരിക്കുന്നു, പൊതുമണ്ഡലങ്ങൾ മതങ്ങൾ കൈയടക്കിക്കൊണ്ടിരിക്കുന്നു, പൊതുമണ്ഡലത്തിലേക്ക് മതങ്ങൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു പരാതി നമ്മുടെ സെക്യുലർ പണ്ഡിതന്മാർ വ്യാപകമായി അടുത്ത കാലത്തായി ഉന്നയിക്കാറുണ്ട്. മലയാളത്തിൽ കെ.എൻ. പണിക്കർ, ഹമീദ് ചന്ദമംഗലൂർ, എം.എൻ. കാരശ്ശേരി, ഡോക്ടർ കെ.എൻ. ഗണേഷ് പോലെയുള്ള എഴുത്തുകാരും ചരിത്രകാരന്മാരും കുറച്ചു കാലമായി ഈ പരാതി വ്യാപകമായി ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ് യാഥാർത്ഥ്യം. എന്താണെന്ന് ചോദിച്ചാൽ, മതം പൊതുജീവിതത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന കാഴ്ചപ്പാട്, അതായത് സെക്യുലറിസം എന്ന ആ കാഴ്ചപ്പാട് മനുഷ്യ ചരിത്രത്തിൽ, മനുഷ്യ പാരമ്പര്യത്തിൽ വേരുകളില്ലാത്തൊരു കാഴ്ചപ്പാടാണ്. വളരെ ചെറിയ ഒരു ഇടവേളയിൽ മാത്രം, ഈ വ്യവസായ വിപ്ലവത്തിന് ശേഷമുണ്ടായ വളരെ ചെറിയ ഒരു കാലത്ത് മാത്രം രൂപപ്പെട്ട മനുഷ്യ ചരിത്രത്തിൽ, മനുഷ്യ പാരമ്പര്യത്തിൽ വേരുകളില്ലാത്ത, ചരിത്രപരമായി ആഴങ്ങളില്ലാത്ത ഒരു കാഴ്ചപ്പാടാണ് ഈ സെക്യുലർ മോഡേണിറ്റി എന്ന് പറയുന്നത്. മനുഷ്യ ആരംഭം മുതൽ തന്നെ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുകയും അതിന്റെ കേന്ദ്രബിന്ദുവായി നിൽക്കുകയും ചെയ്ത ഒരു ആശയ കേന്ദ്രം മതം തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മതവും ദൈവവും തന്നെയാണ് മനുഷ്യ ജീവിതത്തെ എല്ലാ കാലത്തും നിയന്ത്രിക്കുകയും അതിന്റെ ഒരു ആശയ കേന്ദ്രമായി, ഒരു പ്രത്യയശാസ്ത്ര അടിത്തറയായി എല്ലാ കാലത്തും നിലനിൽക്കുകയും ചെയ്തിരുന്നത്. ഭാരതീയ സംസ്കാരത്തിന്റെ ഏത് അടരുകൾ നമ്മൾ എടുത്തു പരിശോധിച്ചാലും, ഇസ്ലാമിക സംസ്കൃതിയുടെ ഏതടരുകൾ എടുത്തു പരിശോധിച്ചാലും ഈ യാഥാർത്ഥ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ വളരെ ലളിതമായി പറഞ്ഞ, വളരെ അടുത്തായിട്ട് ഈ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്ന ഹരിശ്രീ കുറിച്ചുകൊണ്ട് ആ ഒരു ദിനം നമ്മൾ ആചരിച്ചു. എന്താണെന്ന് വെച്ചാൽ, വിദ്യയുടെ കുരുന്നുകൾക്ക്, പുതിയ തലമുറയ്ക്ക് വിദ്യ പകർന്നു നൽകുക എന്ന ഉത്തരവാദിത്തം വരെ ക്ഷേത്ര കേന്ദ്രീകൃതമായ, മതകേന്ദ്രീകൃതമായ ഒരു സ്ഥാപനമായിരുന്നു. വിദ്യ നൽകുക എന്നത് സരസ്വതി ക്ഷേത്രം എന്ന പ്രയോഗം പോലും വരുന്നത് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ഷേത്ര കേന്ദ്രീകൃതമായ ഒരു ജീവവ്യവസ്ഥ, ഒരു ജീവിത വ്യവസ്ഥ രൂപപ്പെടുത്തിയെടുക്കാൻ ഭാരതീയ സംസ്കാരത്തിന് സാധിച്ചിരുന്നു. ഭാരതീയ സംസ്കാരത്തിന്റെ അടിയൊഴുക്കുകൾ എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിൽ ബഹുമാന്യനായ ടി മുഹമ്മദ് സാഹിബ് സൂചിപ്പിക്കുന്നത് തന്നെയാണ്. ഹാരപ്പ മോഹൻജദാരോ സംസ്കാരം മുതൽ ഇങ്ങോട്ട് തന്നെ, ഹാരപ്പയിൽ തന്നെ മതം എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായി നിന്നത്, അതും ഏകദൈവ വിശ്വാസം എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായി നിന്നത് എന്നാണ് ടി മുഹമ്മദ് സാഹിബ് ആ ഗ്രന്ഥത്തിൽ പരിശോധിക്കുന്നത്. അങ്ങനെ പ്രകൃതിയുമായി, പാരിസ്ഥിതിക സന്തുലനവുമായി, വിദ്യയുമായി ഒക്കെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, കാവുകൾ എന്ന കാഴ്ചപ്പാട് നമുക്കറിയാം. ഒരു പ്രദേശത്തിന്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാവുകൾ, ഒരു പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥ, എക്കോളജിയെ തന്നെ നിർണയിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരു ബൃഹത്തായ ഒരു സങ്കല്പമാണത്. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ, സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും സ്വാധീനിക്കുകയും അതിന്റെ ഒരു കേന്ദ്രബിന്ദുവായി നിൽക്കുകയും ചെയ്തത് ഭാരതീയ സംസ്കാരത്തിൽ മതങ്ങളായിരുന്നു അല്ലെങ്കിൽ ക്ഷേത്ര സംസ്കാരമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മതങ്ങളുടെ, സെമിറ്റിക് മതങ്ങളുടെ എല്ലാറ്റിന്റെയും ഒരു പൊതുകേന്ദ്രമായിട്ട് പറയപ്പെടുന്നത് പ്രവാചകൻ അബ്രഹാമിനെ കുറിച്ചാണ്.
അബ്രഹാമിക് റിലീജിയൻസ് എന്ന് പൊതുവെ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. മക്കയിലെ വിശുദ്ധ കഅബ പടുത്തുയർത്തിയതിനു ശേഷം അദ്ദേഹം നടത്തിയ പ്രാർത്ഥന പല സന്ദർഭങ്ങളിലായി ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. റബ്ബിജിയൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. മറ്റു സ്ഥലത്ത് ഈ കഅബയെ കുറിച്ച് പറയുന്നുണ്ട്, ഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത്ത ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്തുല്ലദീ അത്വാമഹും മിൻ ജൂ വആമനഹും മിൻ ഖൗഫ്. ഇതിൽ ഉയർത്തിപ്പിടിക്കുന്ന വലിയ ഒരു സന്ദേശം, ഏകദൈവ വിശ്വാസത്തിന്റെ കേന്ദ്രമായി ഒരു ഭവനം പടുത്തുയർത്തിയതിനു ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് റബ്ബിജിഅൽ ഹാദാ ബലദൻ ആമിനൻ, ഈ നാടിനെ നീ ഒരു സുരക്ഷിത നാടാക്കി മാറ്റണം, നിർഭയ നാടാക്കി മാറ്റണം. വളരെ വളരെ രാഷ്ട്രീയമായ, അങ്ങേയറ്റം രാഷ്ട്രീയമായ ഒരു പ്രാർത്ഥനയാണ്. ഒരു പള്ളി പണിതതിനു ശേഷം, ഒരു ദേവാലയം പണിതതിനു ശേഷം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, ഈ നാടിനെ നീ സുരക്ഷിത നാടാക്കണം, ഈ നാടിനെ നീ നിർഭയ ഗേഹമാക്കണം, ആളുകൾക്ക് സ്വസ്ഥതയോടുകൂടി സ്വാസ്ഥ്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാക്കണം. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, ഭക്ഷ്യ സമൃദ്ധി അവർക്ക് നീ നൽകണം. ഒരുപക്ഷെ തീർത്തും രാഷ്ട്രീയമായ, തീർത്തും ഭൗതികമായ പ്രമേയം എന്ന് നമുക്ക് തോന്നാവുന്ന രണ്ട് കാര്യങ്ങളാണ് തൗഹീദിന്റെ കേന്ദ്രം സ്ഥാപിച്ചതിന് ശേഷം അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഈ നാട് ഒരു സുരക്ഷിത നാടാക്കി മാറ്റണം, ഈ നാട് ഭക്ഷ്യ സമൃദ്ധിയുള്ള ഒരു നാടാക്കി നീ മാറ്റണം. ഇതാണ് ഇബ്രാഹിമിന്റെ പ്രാർത്ഥന. അള്ളാഹു നാടിനെ കുറിച്ച് പറയുന്നത് ഖൗഫിൽ നിന്നും ജോയിൽ നിന്നും, ഭയത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും വിമുക്തി നൽകുന്ന നാട് എന്നാണ് ആ നാടിനെ കുറിച്ച് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത്. ഭയത്തിൽ നിന്നുള്ള വിമുക്തി, വിശപ്പിൽ നിന്നുള്ള വിമുക്തി എന്നത് ഖുർആനിന്റെ വളരെ പ്രസക്തമായ ഒരു രാഷ്ട്രീയ പ്രമേയമാണ്. ഇതിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളെ, സാമൂഹികമായ ലക്ഷ്യങ്ങളെ മതപരമായ ലക്ഷ്യങ്ങളിൽ നിന്ന് വേർപെടുത്താൻ കഴിയുന്ന അങ്ങനെ ഒരു രേഖ നമുക്കെവിടെയും വരക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. മനുഷ്യ ജീവിതത്തെ അതിന്റെ സാകല്യത്തിൽ, അതിന്റെ പൂർണ്ണതയിൽ കാണുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ദാർശനികമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിനെ വളരെ 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 സുന്ദരമായി മനുഷ്യന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തുറാബ്, മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടവനാണ്. മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട ഈ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ ഭൗതികതയുടെ സകല ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു അസ്തിത്വമാണ്. പക്ഷെ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട മനുഷ്യനിൽ, ആ ശരീരത്തിൽ വനഫഖ്നാ മിൻ റൂഹിന, ദൈവത്തിന്റെ ആത്മാവ് ഊതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഊതിയ, എന്നാൽ മണ്ണിൽ നിന്ന് പടയ്ക്കപ്പെട്ട ഒരു സവിശേഷമായ അസ്തിത്വമാണ് മനുഷ്യൻ എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ആകാശത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന, മണ്ണിനെയും ആത്മാവിനെയും ബന്ധിപ്പിക്കുന്ന അതിന്റെ ഒരു കേന്ദ്രം, അതാണ് മനുഷ്യൻ. ഈ രണ്ട് മൂല്യങ്ങളെയും ഒരേ സമയം, ആകാശത്തിന്റെ മൂല്യങ്ങൾ, അതീന്ദ്രിയ ലോകത്തിന്റെ മൂല്യങ്ങൾ, അതേസമയം മണ്ണിന്റെ മൂല്യങ്ങൾ, ഈ ഭൂമിയുടെ മൂല്യങ്ങൾ, ഭൗതിക ജീവിതത്തിന്റെ മൂല്യങ്ങൾ, ഇത് രണ്ടിനെയും ചേർത്ത് നിർത്തുന്ന, രണ്ടിനെയും ഒരേപോലെ ഉൾക്കൊള്ളുന്ന, സമാസമം സമ്മേളിച്ച ഒരു അസ്തിത്വമായിട്ടാണ് മനുഷ്യനെ ഖുർആൻ പരിചയപ്പെടുന്നത്. അങ്ങനെയുള്ള മനുഷ്യനെ ഇത് രണ്ടിനെയും വേർതിരിച്ച ഒരു ദർശനം സാധ്യമല്ല, ഒരു പ്രായോഗിക പദ്ധതി സാധ്യമല്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദാർശനികമായ അന്യൂനത എന്ന് പറയുന്നത്. ഇത് മനസ്സിലാകാത്തത്, ഇതിന്റെ ഒരു പ്രത്യേക ചരിത്രഘട്ടത്തിൽ ഇത് മനസ്സിലാകാതെ പോയി. ഇതുവരെ പറഞ്ഞ ഒരു സംഗതി, മതങ്ങൾ എപ്പോഴും അതിന്റെ ചരിത്രത്തിൽ എല്ലാ കാലത്തും മനുഷ്യജീവിതത്തെ, പൊതുജീവിതത്തെ നിയാമകമായി നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു അസ്തിത്വമായിരുന്നു. അങ്ങനെ ആവരുത് എന്നുള്ള കാഴ്ചപ്പാട് മനുഷ്യ ചരിത്രത്തിലെ വളരെ ചെറിയ കാലത്ത്, വളരെ ചെറിയൊരു കാലത്ത് മാത്രം മേൽക്കൈ നേടിയിട്ടുള്ള, വളരെ ബാലസഹജമായിട്ടുള്ള ഒരു ദർശനം, ഒരു പ്രത്യയശാസ്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെ സെക്യുലർ മോഡേണിറ്റി എന്ന് പറയുന്ന ആ കാലം പയ്യെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. വിശ്വാസി ഇപ്പം ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും നന്നായി സംസാരിച്ചിട്ടുണ്ടാവുക ആശിഷ് നന്ദിയെ എന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരിക്കും. അദ്ദേഹത്തിന്റെ
മാനിഫെസ്റ്റോ അഗെയിൻസ്റ്റ് സെക്യുലറിസം എന്ന ബൃഹത് ഗ്രന്ഥം. വ്യക്തിപരമായി വിശ്വാസിയല്ലാതിരുന്നിട്ടും സെക്യുലറിസം മനുഷ്യ ചരിത്രത്തിലും പാരമ്പര്യത്തിലും വേരുകളില്ലാത്ത ഒരു പായ്ച്ചെടിയാണ് സെക്യുലറിസം എന്ന് സമർത്ഥിക്കുന്ന അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോ അഗെയിൻസ്റ്റ് സെക്യുലറിസം എന്ന ഗ്രന്ഥം ഈ സെക്യുലർ മോഡേണിറ്റി മനുഷ്യ ചരിത്രത്തിൽ, മനുഷ്യ ജീവിതത്തിൽ അതിനുള്ള സ്ഥാനത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. വളരെ ശാസ്ത്രീയ പുരോഗതിയും ശാസ്ത്രീയ ചിന്തയും യുക്തിചിന്തയും സ്ഫുരിച്ചു നിന്നിരുന്ന, അത് ജ്വലിച്ചു നിന്നിരുന്ന ഒരു കാലത്ത് അത് തന്നെയാണ് എല്ലാം. ശാസ്ത്രം നിത്യഹരിത സത്യമാണ്, എല്ലാ കാലത്തേക്കുമുള്ള സത്യമാണ് ശാസ്ത്രം എന്ന് വിചാരിച്ചു പോയ കുറച്ചാളുകളാണ് മതം പിൻവാങ്ങുമെന്നും യുക്തിചിന്തയുടെ വരവോടുകൂടി, ശാസ്ത്രത്തിന്റെ വരവോടുകൂടി മതം പിൻവാങ്ങുമെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ കെ.എൻ. പണിക്കരുടെ പ്രഭാഷണത്തിലും ഒരു കുറ്റസമ്മതത്തോടുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, യുക്തിചിന്തയുടെയും ശാസ്ത്രീയ ബോധത്തിന്റെയും വികാസത്തോടുകൂടി മതം പിൻവാങ്ങുമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷെ അതിന്റെ നേർ വിപരീതമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ആ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശാസ്ത്രം എന്നത്, നമ്മളൊക്കെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ശാസ്ത്രം എന്നത് എല്ലാ സത്യങ്ങളുടെയും മേലെയുള്ള അതീത സത്യമായിട്ടാണ് നമ്മളൊക്കെ പഠിച്ചത്. ഒരു സംഗതി സത്യമാണോ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുവാനുള്ള ഒരു മാനദണ്ഡമായിട്ട് അത് ശാസ്ത്രീയമാണോ എന്നുള്ള ഒരു അന്വേഷണം നടത്തുന്ന അങ്ങനെ ഒരു ജ്ഞാനബോധമാണ് നമുക്കെല്ലാം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയത്. പക്ഷെ ഈ ശാസ്ത്രത്തെ തന്നെ, ശാസ്ത്രീയ ചിന്തയെ തന്നെ ചോദ്യം ചെയ്യുന്ന, അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യുന്ന പുതിയ പഠനങ്ങൾ പോസ്റ്റ് സെക്യുലർ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈജ്ഞാനിക പ്രത്യേകതയാണ്. അതായത് ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിന്റെ നിർമ്മിതിയാണ്, ഒരു പ്രത്യേക സാമൂഹികാവസ്ഥയുടെ നിർമ്മിതിയാണ്. ശാസ്ത്രം എന്നത് ഒരു സത്യമല്ല, ഒരു നിത്യഹരിത സത്യമല്ല, അതൊരു സോഷ്യൽ കൺസ്ട്രക്ഷൻ, സാമൂഹിക നിർമ്മിതി മാത്രമാണ് എന്നുള്ളതാണ് പോസ്റ്റ് സെക്യുലർ ലോകത്തിന്റെ, പോസ്റ്റ് മോഡേൺ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൈജ്ഞാനിക സംഭാവനകളിലൊന്ന്. ഒരു പ്രത്യേക കാലത്ത്, അതായത് യൂറോപ്യൻ കൊളോണിയലിസം, യൂറോപ്പ് കേന്ദ്രീകൃതമായിട്ടുള്ള ലോകബോധം, ആ രാഷ്ട്രീയ ഘടന അവർ ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഡാർവിനിസത്തെ, പരിണാമ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി, അതിനെ വിശ്വാസ പ്രമാണമാക്കി, അതിന്റെ വിശ്വാസ പ്രമാണം അടിസ്ഥാനപരമായി അർഹതയുള്ളവർ അതിജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. മനുഷ്യർക്കിടയിൽ ഫൈറ്റ് ജീവിവർഗങ്ങൾക്കിടയിൽ നിലനിൽപ്പിനായുള്ള സ്ട്രഗിൾ ഫോർ ദ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിനായിട്ടുള്ള സ്ട്രഗിൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സ്ട്രഗിളിൽ ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ സർവൈവ് ചെയ്യും, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അങ്ങനെ ലോകത്തോട് സ്ട്രഗിൾ ചെയ്ത് ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന യൂറോപ്യൻ കൊളോണിയലിസത്തിന്റെ അതിന്റെ വൈജ്ഞാനിക പദ്ധതിയായിരുന്നു ആധുനിക ശാസ്ത്രം. അതിന്റെ അഖീദ, അതിന്റെ ആദർശം ഡാർവിനിസമായിരുന്നുവെങ്കിൽ അതിന്റെ വൈജ്ഞാനിക പദ്ധതിയായിരുന്നു ഡാർവിനിസം. അങ്ങനെയുള്ള ഒരു ലോകക്രമത്തിൽ ആ കാഴ്ചപ്പാടിന്റെ ഉൽപ്പന്നം മാത്രമായിരുന്നു ആധുനിക ശാസ്ത്രം എന്നും, ശാസ്ത്രം എന്നത് നിത്യഹരിത സത്യമല്ലെന്നും, ഒരു പ്രത്യേക കാലഘട്ടത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ നിർമ്മിതി മാത്രമാണ് ശാസ്ത്രം എന്നുള്ളതും ഇന്ന് നമ്മുടെ പുതിയ വൈജ്ഞാനിക ലോകത്ത് പ്രചുരമായി കഴിഞ്ഞ, വൈജ്ഞാനിക ലോകത്ത് വലിയ പിന്തുണ നേടിക്കഴിഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ ശാസ്ത്രം ഇത് ശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യാപകമായി അംഗീകരിക്കപ്പെടുകയായിരുന്നു. ഇന്ന് ശാസ്ത്രം എന്നത് ഒരുപാട് വിശ്വാസങ്ങളിൽ, ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ, ഒരുപാട് സാമൂഹിക നിർമ്മിതികളിൽ, ഒരുപാട് രാഷ്ട്രീയ നിർമ്മിതികളിൽ ഒരു നിർമ്മിതിയാണ്. ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ ഒരു അന്ധവിശ്വാസമാണ്, ഒരുപാട് വിശ്വാസങ്ങളിൽ ഒരു വിശ്വാസമാണ്, ഒരുപാട് കാഴ്ചപ്പാടുകളിൽ ഒരു കാഴ്ചപ്പാടാണ്. അല്ലാതെ ശാസ്ത്രം അപ്രമാദിത്വം സ്വയം അവകാശപ്പെട്ടിരുന്ന പഴയ കാലം അസ്തമിച്ചുപോയി. അതുകൊണ്ടാണ് ഞാൻ പ്രഭാഷണത്തിന് തുടക്കത്തിൽ മതം പൊതുജീവിതത്തിൽ എന്ന ഈ തലക്കെട്ട് തന്നെ നമ്മളുടേതുപോലുള്ള ഒരു പോസ്റ്റ് സെക്യുലർ ഏജിൽ അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു തലക്കെട്ടാണെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ചെറിയൊരു കാലത്ത്, വ്യാവസായിക വിപ്ലവത്തിന് ശേഷമുണ്ടായ, നമ്മുടെ നാട്ടിൽ ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ആളുകളാണ് അതിനെ പ്രതിനിധീകരിച്ചത്. ആ ഒരു ചെറിയ കാലത്ത് മനുഷ്യ ജീവിതത്തിൽ തീർച്ചയായും അത് വലിയ അനുരണനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സെക്യുലറിസത്തിന്റെ ഉദയം തന്നെ നമുക്കറിയാം. ഒരു മധ്യകാലം എന്ന് നമ്മൾ വിളിക്കുന്ന
ആ കാലഘട്ടത്തിൽ മതത്തിന്റെ പേരിൽ മനുഷ്യരെ പൗരോഹിത്യം വരിഞ്ഞു മുറുക്കിയതിനോടുള്ള ഒരു പ്രതിഷേധം, ഒരു പ്രക്ഷോഭം എന്നുള്ള നിലയ്ക്ക് രൂപപ്പെട്ട കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ സെക്യുലറിസം. പള്ളി കേന്ദ്രീകൃതമായിട്ടുള്ള പൗരോഹിത്യം ശാസ്ത്രീയ അന്വേഷണങ്ങളെയും മനുഷ്യന്റെ യുക്തിചിന്തയെയും മനുഷ്യന്റെ സ്വാതന്ത്ര്യബോധത്തെയും മനുഷ്യബന്ധങ്ങളെയും വരെ നിർണയിക്കുകയും അതിനുമേൽ അവരുടെ അധികാരം സ്ഥാപിക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ, മതത്തിന്റെ ജനാധിപത്യ ഉള്ളടക്കം നഷ്ടപ്പെട്ട ഒരു സന്ദർഭത്തിൽ, മതത്തിന്റെ അടിച്ചമർത്തൽ നയം വർദ്ധിച്ച ഒരു ഘട്ടത്തിൽ പൗരോഹിത്യത്തിന്റെ മർദ്ദന വ്യവസ്ഥ അത് അധികാരം വാണിരുന്ന ഒരു ഘട്ടത്തിൽ അതിനെതിരെയുള്ള പ്രതിഷേധം, ഈ മർദ്ദന വ്യവസ്ഥ തകർക്കണം എന്ന അഭിലാഷത്തിൽ ഉയർന്നു വന്ന ഒരു പ്രതിഷേധ പ്രക്ഷോഭ പ്രസ്ഥാനം എന്നുള്ളതാണ് സെക്യുലറിസത്തിന്റെ, മതേതരത്വത്തിന്റെ ചരിത്രപരമായ പ്രസക്തി. അതിന്റെ ചരിത്രപരമായ ആ പ്രസക്തിയെ അടിവരയിട്ടുകൊണ്ട് തന്നെ അത് നിത്യഹരിത സത്യമല്ല, അത് ഇന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. മതം പൊതുജീവിതത്തിൽ എന്ന ഈ തലക്കെട്ടിനെ കുറിച്ച് അക്കാദമികമായി ആലോചിക്കുമ്പോൾ വളരെ ലളിതമായി മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ പറഞ്ഞുവെന്ന് മാത്രം. ഇനിയുള്ള സമയങ്ങളിൽ ബഹുമാന്യരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ കൂടുതൽ ഉൾക്കാഴ്ചകൾ നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വാഹൃദവനം. വേദിയിലെ സ്നേഹമുള്ളവരെ, സുഹൃത്തുക്കളെ, നേരം ഇരുട്ടി വരികയാണ്. ഒപ്പം ഇവിടെ കേട്ട വളരെ വലിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ ചെറിയ ഒരു മനുഷ്യനായ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇത്രയും വലിയ കാര്യങ്ങളെല്ലാം ഈ ലോകത്തുണ്ടോ എന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം ഞാനൊരു ചെറിയ ഒരാളായതുകൊണ്ടാണ് അറിവിൻ്റെ കാര്യത്തിലും ശാരീരികമായും എല്ലാം എന്ന് തോന്നുന്നു. മതം ഒരു അനുഭവശാസ്ത്രമാണ്. അത് ഞാൻ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. ആലോചിച്ചപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. വളരെ ലളിതമാണ്, വളരെ ചെറുതാണ്. ഒരു മഞ്ഞുതുള്ളിയുടെ അത്രയും പോലും സുഷമത അവകാശപ്പെടാനില്ലാത്ത ഒന്നാണ് മതം. കാരണം ആ മതത്തിന് വേണ്ടി പണിയെടുത്തിട്ടുള്ളവർ, അല്ലെ ആ മതമാകാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ആകുമെന്നൊന്നും ആരും കരുതിയിട്ടൊന്നുമില്ല. ഇപ്പം നബിതിരുമേനിയും ഇതെല്ലാം ഹിറാ ഗുഹയിലിരുന്നതെല്ലാം അറിഞ്ഞപ്പോൾ അദ്ദേഹവും ഇതൊന്നും വലുതാകുമെന്ന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു. അതൊരു സുതാര്യമായ ഒരു മനസ്സിൻ്റെ അനുഭവമാണ്. പക്ഷെ മനസ്സിൻ്റെ ആ മായിക ഭാവങ്ങളിലേക്ക് പോലും പോവാതെ താനിതൊന്നുമല്ല എന്നുള്ള ഭാവം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, വികാരമല്ല, അനുഭൂതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് അനുഭവത്തിൻ്റെ ശാസ്ത്രമാണ്. അനുഭവത്തിൽ നിന്നും കുറെ കൂടി മികച്ചു നിൽക്കുന്ന അനുഭവം അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ക്രിസ്തുവിൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ യാതനാനിർഭരമായ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴും എല്ലാം നമുക്ക് അനുഭവം. അതുപോലെയാണ് ഭാരതീയ ഋഷിമാരുടെ അനുഭവകാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നമുക്ക് അവർക്കൊന്നും ഇങ്ങനെ ഇതൊരു വലിയൊരു മതമായി മാറുമൊന്നും, ഇതിങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു, ഇത് എവിടെ നിൽക്കണം, ഇത് വീട്ടിൽ നിൽക്കണമോ അതോ നിരത്തിലിറങ്ങണമോ എന്നൊന്നും അവരാരും കരുതിയിട്ടില്ല. പക്ഷെ അതവർക്കൊരു അനുഭവമായിരുന്നു, പറഞ്ഞറിയിക്കാത്തൊരു അനുഭൂതിയായിരുന്നു. അവർ ദിവസങ്ങൾ പോകുന്ന അറിഞ്ഞില്ല, മാസങ്ങൾ പോകുന്ന അറിഞ്ഞില്ല, വർഷങ്ങൾ പോകുന്ന അറിഞ്ഞില്ല, തനിക്ക് തന്നെ മാറ്റം വരുന്ന അറിഞ്ഞില്ല, താൻ എവിടെ ഇരിക്കുന്നു എന്നറിയുന്നില്ല, താൻ ദിശ പോലും അറിയുന്നില്ല. കിഴക്കോട്ട് പോകണോ പടിഞ്ഞാട്ട് പോകണോ വടക്കോട്ട് പോകണോ എന്നറിയില്ല. അവർ ചിരിച്ചിരുന്നു. ഒരനുഭവമാണ്. നമ്മൾ സമയം പോകുന്നില്ലോ എന്ന് നോക്കുമ്പോഴും അവർക്ക് മുന്നിലൂടെ സമയം ഒരു പുഴ പോലെ ഒഴുകുകയായിരുന്നു. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് പ്രസംഗിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എനിക്ക് നന്നാവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ എല്ലാ പ്രസംഗവും ഇത്രയെല്ലാം പറഞ്ഞല്ലോ, ഈ സമൂഹം നന്നാക്കണം, പൊതുജീവിതം ഒന്നുമല്ല, എനിക്ക് നന്നാവാൻ കഴിഞ്ഞിട്ടുണ്ടോ? 1% എനിക്ക് നന്നാവാൻ കഴിഞ്ഞിട്ടുണ്ടോ? 1% എനിക്ക് ഭഗവത്ഗീതയിലെ ഒരു പദ്യം ശരിക്കും പഠിച്ചിട്ട് എല്ലാവരും ഒന്നായി കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ മതം പൊതുജീവിതത്തിൽ ഇറങ്ങി നടക്കണമെന്ന് പറയുന്നത്? ഉടുപ്പും കോട്ടും എല്ലാം ഇട്ട് എൻ്റെ മതം പൊട്ടുകൂത്തി കണ്ണെഴുതി. ഒരിക്കലും എൻ്റെ മതത്തിന് പൊട്ടുകൂത്തിയും കണ്ണെഴുതിയും പറയാൻ കഴിയും. കാരണം എനിക്കങ്ങനെ കഴിയുന്നില്ല. പ്രിയമുള്ളവര്, നമ്മുടെ ഉള്ളിൽ എപ്പോഴും മൃഗീയതയുണ്ട്. തുറന്നു വീഴുമ്പോൾ തന്നെ മൃഗീയനാണ് ഞാൻ. എന്നെ ആ മൃഗീയതയിൽ നിന്നും പതുക്കെ പടച്ചതമ്പുരാന്റെ അടുത്തേക്ക്, ദൈവത്തിന്റെ അടുത്തേക്ക്, ശാന്തഭാവത്തിലേക്ക്, സമാധാനത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നത് ഈ മതമെന്ന് പറയുന്ന, നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ആ അനുഭൂതികളാണ്.
മതബോധം ഉണർത്തുന്ന കാരുണ്യം നമ്മുടെ പാവപ്പെട്ട ജീവിതത്തിന്റെ മേൽ പ്രതിഫലിക്കുമ്പോഴാണ് നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവുന്നത്. ദൈവത്തിന്റെ മന്ദഹാസമാണ് കാരുണ്യം. അതില്ലെങ്കിൽ ജീവിതമില്ല, അതില്ലെങ്കിൽ പാണ്ഡിത്യമില്ല, അതില്ലെങ്കിൽ നമുക്കൊന്നുമില്ല. അതിനെ കണ്ടെടുക്കാൻ അതെവിടെയോ ഈ കമ്പ്യൂട്ടർ യുഗത്തിന്റെ അങ്കണത്തിൽ നമ്മുടെ കയ്യിൽ നിന്നും ഈ കാരുണ്യം കൈമോശം വന്നിരിക്കുന്നു. നബി തിരുമേന്റെ ശബ്ദം ആ കാരുണ്യമായിരുന്നു. ഭഗവാൻ കൃഷ്ണന്റെ ശബ്ദം ആ കാരുണ്യമായിരുന്നു. കാൽവരി കുന്നിലെ ത്യാഗവേദിയിൽ സ്വയം മറന്ന് നിലവിളിച്ച ആ ദീനരോധനമുണ്ടല്ലോ, അതിന്റെ ശബ്ദം ഈ കാരുണ്യമായിരുന്നു. അത് നമുക്ക് ഈ പുതിയ കമ്പ്യൂട്ടർ യുഗത്തിൽ അതിന്റെ ഏതോ അങ്കണത്തിൽ കൈമോശം എവിടെയെന്ന് തിരയുമ്പോഴും നാം പൊതുജീവിതം എന്ന് പറയുക. അതാണ് രസം. എന്റെ അഭിപ്രായത്തില് കൂട്ടമായിട്ട് ആരെയും നന്നാക്കാൻ പറ്റില്ല. ഒറ്റയായിട്ട് മാത്രമേ നമുക്ക് നന്നാക്കാൻ പറ്റുള്ളൂ. ഞാൻ നന്നായി, എൻ്റെ അനിയൻ നന്നായി, എൻ്റെ അച്ഛൻ, അങ്ങനെ നമ്മുടെ വീട്ടിൽ വ്യക്തിയിൽ പൊട്ടിമുളച്ച് സമൂഹത്തിൽ വള്ളി വീശി സമാധാനത്തിൽ പുഷ്പിക്കുന്ന ഒരു പൊതുബോധം ഇവിടെ ഉണ്ടാവും. ആ സംസ്കാരമാണ് മതങ്ങളുടെ സംസ്കാരം. അതുകൊണ്ടാണ് മതം ഒരു അനുഭവശാസ്ത്രമാണെന്ന് ഞാൻ പറഞ്ഞത്. ഹിറാ ഗുഹയുടെ വിശുദ്ധമായ നിശബ്ദതയിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് എല്ലാവരും ഈ ലോകം തന്നെയാണ് ഇവിടെ എല്ലാം ഒരു വലിയൊരു സന്തോഷം അലയടിക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ മുന്നിൽ സർവ്വരും സമാനരായ സമഭാവനയായിരുന്നു. അതുപോലെ തന്നെ നബി തിരുമേനി, അതുപോലെ തന്നെ കൃഷ്ണൻ, അതുപോലെ തന്നെ ഭാരതത്തിൽ ഋഷിമാര്, യേശുദേവൻ, എല്ലാവരും ഈ ഒരു ഭാവമായി. അവർക്ക് ഞാനെന്ന ഭാവം തെല്ലുപോലുമില്ല. അവരിൽ മൃഗീയതയില്ലേ, ആ മൃഗീയതയൊക്കെ ഇല്ലാതാക്കി കളഞ്ഞു. നിരന്തരമായ ധ്യാനത്തിന്റെയും തീക്ഷ്ണമായ തപസ്സിന്റെയും എല്ലാം ഫലമായിട്ട് അവരിലെ മൃഗീയത അവരിൽ നിന്ന് പമ്പ കടന്നു. അവിടെ എന്നെ അടുത്ത് പറഞ്ഞ ദൈവകാരുണ്യം, ദൈവത്തിന്റെ മന്ദഹാസം കാരുണ്യമായി അവരെ പൊതിഞ്ഞു നിന്നു. അവർക്ക് അതിലൊരിക്കലും വിടുതലുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ കൊച്ചു കുട്ടിക്കാലത്ത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ ചേർത്തല എന്നൊക്കെ അമ്പലപ്പുഴ നാടുകളിലൊക്കെ മണലാണ്. വീടുകളിലൊക്കെ ഇതുപോലെ കുട്ടികൾ നമുക്ക് കൊച്ചു കുട്ടിക്കാലത്തൊക്കെ നമുക്ക് നീന്തി നടക്കാം, മുട്ടിട്ട് നീന്തി നടക്കാം. അങ്ങനെ കൊച്ചു കുട്ടിക്കാലത്ത് മുട്ടിട്ട് നീന്തി നടക്കുമ്പോൾ തുമ്പക്കുടത്തിൽ ചാഞ്ചാടുന്ന തുമ്പിയെ കാണുമ്പോൾ ഞങ്ങളുടെയൊക്കെ കൊച്ചു മനസ്സ്, ശൈശവ മനസ്സ് കൗതുകം കൊള്ളുമായിരുന്നു. പിൽക്കാലത്ത് മുതിർന്ന വേറെ കുട്ടികൾ നടക്കുന്നു, അങ്ങനെയും അപ്പൊ അവനെന്താ ചെയ്യുന്നത്? ആ കൊച്ചുകുട്ടി എന്നിട്ട് ഈ തുമ്പക്കുടത്തിൽ ചാഞ്ചാടുന്ന തുമ്പിയുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും അതിന്റെ ചിറക് നുള്ളിക്കളയുകയുമാണ്. അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുക. കാരണം അവനത് അറിഞ്ഞുകൊണ്ടല്ല, അവൻ മൃഗീയതയാണ്, അതിനെ കൊല്ലുക എന്നുള്ളതാണ്. ഹിംസ ജന്മനായുണ്ട്. ഈ പൈശാചികത, ഈ പൈശാചികതയെ ദൈവികതയാക്കി മാറ്റുന്നത് മതങ്ങളാണ്. സന്ധ്യാനാമം ചൊല്ലിത്തരും അമ്മ, നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ട് സന്ധ്യാനാമം ചൊല്ലും. ഈ സന്ധ്യാനാമങ്ങളിലൂടെ, ദേവകഥകളിലൂടെ ഞങ്ങളുടെ മൃഗീയതയെ ഞങ്ങളിൽ നിന്നും പമ്പ കടത്തിയിരുന്നു. അങ്ങനെ നല്ല വാക്ക് ഓതുവാൻ ത്രാണി ഉണ്ടായി ഞങ്ങൾക്ക്. നല്ല കാര്യങ്ങൾ കേൾക്കുവാൻ. ഓം ഭദ്രം കർണൈ സുണിയാമ ദേവാഹ, ദൈവമേ എന്റെ കണ്ണിൽ, എന്റെ ചെവിയിൽ നല്ല വാക്കുകൾ കേൾക്കണമേ. എന്റെ നാവിൽ നല്ല ജിഹ്വാമേ മധുമത്തമ, എന്റെ നാവ് തേന്മയമായ മധുകിനിയുന്ന വാക്കുകൾ, തേൻമൊഴികൾ ഉണ്ടാവണമേ. ഇതൊക്കെ പ്രാർത്ഥനയാണ്, വേദങ്ങളിലെ പ്രാർത്ഥനയാണ്. നല്ലത് കേൾക്കുവാനും നല്ലത് പറയുവാനും അതും പറയുന്നത് തേൻമൊഴികളാകുവാനും പ്രാർത്ഥിച്ചൊരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്റെ ഭാവങ്ങളെല്ലാം തന്നിൽ നിന്നെല്ലാം ഊരിയെറിഞ്ഞ്, തന്റെ എല്ലാ ജാടകളും തന്റെ അഹന്തകളും എല്ലാം ഊരിയെറിഞ്ഞത് വെറും നിർമ്മലമായ ഞാനെന്ന ഭാവമില്ലാവുന്ന ഒരു മനുഷ്യന്റെ, എത്രയോ മനുഷ്യര്. അതുകൊണ്ട് വേദങ്ങൾ എഴുതിയതാരാന്നറിയില്ല, ഋഗ്വേദം എഴുതിയതാരാന്നറിയില്ല. കാരണം ഇന്നൊരു പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകത്തിന്റെ തലങ്ങും വിലങ്ങും ഗ്രന്ഥകർത്താവിന്റെ പേരായിരിക്കും. ഒരു പുസ്തകത്തിൽ അതിന്റെ തലങ്ങും വിലങ്ങും ഗ്രന്ഥകർത്താവിന്റെ പേരായിരിക്കും. പക്ഷേ വേദങ്ങൾ എഴുതിയ പേരില്ലേ, അത് വേണ്ട. പക്ഷെ അതെല്ലാം തേൻമൊഴികളായിരുന്നു. വജ്രസൂചി പോലെ ഇരുട്ടിനെ ഭേദിക്കുന്ന തീക്ഷ്ണത, അത്രയ്ക്ക് അറിവിന്റെ തീക്ഷ്ണത അത്രയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനെന്ന ഭാവമോ തോന്നായിക വേണമെന്ന് പ്രാർത്ഥിച്ചു ഹൈന്ദവ മനസ്സ്. അവർക്ക് എപ്പോഴും നിരത്തിലിറങ്ങാം, ആരുമായിട്ടും കൂട്ടുകൂടാം. ഒന്നും അതിന് പൊതു നിരത്തിലിറങ്ങാൻ പറയുന്നത് പറഞ്ഞിട്ടില്ല. അതിനാരും വക്കാലത്തും വേണ്ട. കാരണം അവന് ഭയമില്ല. അദ്വൈത ദർശനം നൽകുന്ന അഭയമാണ്. രണ്ടില്ല എന്നുള്ള തോന്നലാണ്. എവിടെ രണ്ടെന്ന് തോന്നുന്നു അവിടെ പൈശാചികത, ഭയമുണ്ടാവുകയാണ്. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം തോന്നുന്നതായ അഖിലം നാരായണായ അതാണ് ഹൈന്ദവ ദർശനം പഠിപ്പിക്കുന്നത്. ഇവിടെയെല്ലാം ഇവിടെ കാണുന്നതല്ല. റഹീമും
തോമസ് വല്ല നിന്റെ കൂട്ടുകാരാണ്, അവർ രണ്ടല്ല, അവരൊന്നാണ്, അവൻ മനുഷ്യനാണ്, നിന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. ഒരു വലിയ ദർശനമാണ്. അങ്ങനെ ആവാൻ നാം നമ്മുടെ ചുറ്റുപാടുകളോട് പ്രേരിപ്പിക്കുക. വീട്ടിലെ അച്ഛനോട്, സുഹൃത്തുക്കളോട് അങ്ങനെ പറയുക. അപ്പോൾ ഒറ്റയായിട്ട് മനുഷ്യൻ നന്നായി വരും. അതിൽ കൂട്ടം ഒരു സമൂഹത്തിലേക്ക് വേറെ കുറെ പൊടി വാരി കയറുന്നത് പോലെയാണ്. അത് നമ്മൾ നന്നാകുക. എന്നിട്ട് അടുത്തുള്ള സഹചരെ, അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താ ആശ്ചര്യം. ഇവിടെ നിൽക്കുകയാണ്, ഇതാ എൻ്റെ അടുത്ത് തന്നെ. അവനെ മാറോട് ചേർക്കാൻ എനിക്ക് കഴിയുന്നത്, എന്നിട്ട് മറ്റുള്ളവരെ നടക്കുകയല്ല. അപ്പൊ ഇതിന്റെ ഉറവിടം, മതത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഈശ്വരോന്മുഖമാണ്. ഈശ്വരനിലേക്കുള്ള നോട്ടമാണ്. ഈശ്വരനിലേക്ക് നോക്കാൻ ഒരു വെമ്പലാണ്. അതിന്റെ ഫലം, സാഫല്യം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ്, ഈശ്വരനെ അനുഭവിക്കലാണ്. അതിലൊരു മതത്തിലും ഇതിന് വിവേചനമൊന്നുമില്ല, എല്ലാത്തിലും നമ്മൾ പറയും. പക്ഷെ നമ്മൾ കാണുന്നില്ല. നമുക്ക് മൊത്തത്തിൽ നാടൊന്നും ഉടച്ചു വാർക്കാൻ നടക്കുന്ന കാര്യമല്ല. നിന്നെ ഉടച്ചു വാർക്കാൻ ഒരേ സമയം ഉടച്ചു തമ്മിലൊന്നും, നിന്നെ ഒന്ന് ഉടച്ചു വാർക്കാൻ, നിന്റെ അഹങ്കാരം കിനിയാൻ നിനക്ക് അതിന് സമയമുണ്ടോ എന്നുള്ള ചോദ്യം. ഉണ്ട് എന്ന് പറയുമ്പോഴാണ് മതദർശനം നമുക്ക് മുന്നിൽ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ പുഷ്പങ്ങൾ വിടർത്തുന്നത്. ദൈവമേ എനിക്ക് അങ്ങനെ അവൻ കഴിയണമേ എന്നുള്ള പ്രാർത്ഥന. ഒരിക്കലും എനിക്ക് അത് അന്യനാണെന്ന് തോന്നാറില്ല. ഇതെല്ലാം എൻ്റെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം എൻ്റെ സഹോദരന്മാർ എന്നുള്ള ഭാവം. ആ ഭാവം അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടാവും. ജിഹ്വാമേ മധുമത്തമാ, ദൈവമേ എൻ്റെ നാവ് തേന്മയമാകണമേ, തേൻമൊഴികൾ വരണമേ. എനിക്ക് കൂടുതൽ സുഹൃത്തുക്കൾ, നല്ല വാക്ക്, നല്ല പോക്കതും ത്രാണിയും ഉണ്ടാവണം. പ്രാർത്ഥന. എൻ്റെ സംസ്കാരം, ഞാൻ സംസ്കാര സമ്പന്നാണെന്ന് അറിയുന്നത് എൻ്റെ വാക്കുകൾ കൊണ്ടല്ല, എൻ്റെ ഡ്രസ്സ് കണ്ടിട്ടോ എൻ്റെ അധികാരത്തിന്റെ കിരീടം കണ്ടിട്ടോ ഒന്നുമല്ല. എങ്ങനെയാണ്? എൻ്റെ വാക്കുകൾ. ദൈവം കനിഞ്ഞു നൽകിയ വരദാനമാണ്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ദൈവത്തിന്റെ മന്ദഹാസം ചേരുന്നുണ്ട്, കാരുണ്യം. ഞാൻ കൂടുതലൊന്നും പ്രസംഗിക്കുന്നില്ല. ഇതിൽ നമുക്ക് ചിന്തിക്കാൻ വകയുണ്ടാവട്ടെ എന്നത്. എനിക്ക് നന്നാവണം, എനിക്കെൻ്റെ മൃഗീയത എൻ്റെ ഉള്ളിൽ നിന്ന് പമ്പ കടത്തി എൻ്റെ ഉള്ളിൽ പടച്ചതമ്പുരാനുള്ള ദൈവികത, കാരുണ്യം നിറക്കണം എന്നുള്ളൊരു ഭാവം നമുക്കുണ്ടാവട്ടെ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള സംഭൂച്ചരായിട്ടുള്ള സഹോദരീ സഹോദരങ്ങളെ, ഒരുപാട് സന്തോഷത്തോടും അതിലേറെ സംതൃപ്തിയോടും കൂടിയാണ് ഈ സദസ്സിൽ ഞാൻ സന്നിഹിതനായിട്ടുള്ളത്. ഏതാണ്ടൊരു 4 മണിയോടുകൂടെ ഞാനിവിടെ വന്നു ചേർന്നു. ഞാൻ മുൻകൂട്ടി വന്നത് ഈ ദിശ ഇസ്ലാമിക് എക്സിബിഷൻ സസൂക്ഷ്മം കണ്ട് ആസ്വദിക്കണമെന്ന് കരുതിയിട്ടാണ്. ഞാനതെല്ലാം നടന്ന് പരമാവധി പഠിക്കുകയും അറിയുകയൊക്കെ ചെയ്തു. എൻ്റെ വീട് ഇവിടെ നിന്ന് വളരെ തൊട്ടടുത്താണ്. തൃശ്ശൂരിലെ പൗരാവലിക്ക് വേണ്ടി ഈ ദിശ ഇസ്ലാമിക് എക്സിബിഷൻ സംഘടിപ്പിച്ച നിങ്ങളോട് അഗൈതവുമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ എക്സിബിഷൻ ഞാൻ കാണാതെ പോയിരുന്നുവെങ്കിലേ അതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന ഒരു വലിയ നഷ്ടമായിട്ട് ഞാൻ കരുതുന്നു. ഈ എക്സിബിഷൻ കാണാൻ എൻ്റെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാവരോടും ഞാൻ പറയുമെന്ന് നിങ്ങൾക്ക് വാക്ക് തരികയാണ്. ഈ എക്സിബിഷനിലൂടെ ഇന്നത്തെ ചർച്ചയുമായിട്ട് ബന്ധപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക. ഈ എക്സിബിഷനെ എൻ്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് 2 ഭാഗമുണ്ട്. നിങ്ങളാരും എന്നോട് പറഞ്ഞതല്ല, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. ഈ എക്സിബിഷന്റെ ആദ്യ ഭാഗം മതമൂല്യങ്ങൾ പൊതുജീവിതത്തിലെ ചെലുത്തുന്ന സ്വാധീനങ്ങളാണ്.
നിങ്ങൾ കണ്ടു ഈ എക്സിബിഷൻ ആരംഭിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിന്റെ തകർച്ച കാണിച്ചുകൊണ്ടാണ്. മദ്യപാനം, സ്ത്രീധന പ്രശ്നങ്ങള്, ആർഭാടങ്ങള്, പലിശ കൊണ്ടുണ്ടാകുന്ന ക്രൂരതകള്, ഉച്ചനീചത്വങ്ങള്, ഇങ്ങനെയുള്ള മാനുഷിക പ്രശ്നങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ എക്സിബിഷൻ ആരംഭിക്കുന്നത്. ഈ എക്സിബിഷൻ അവസാനിക്കുന്നത് ഇസ്ലാമിന്റെ വിശ്വാസ സംഹിതകളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഞാനതുകൊണ്ട് പറയും, ഈ എക്സിബിഷന്റെ 2 ഘട്ടങ്ങള്, ഒന്ന് ഫ്രൂട്ടാണ്, മറ്റത് റൂട്ടാണ്. മതം മരത്തിന്റെ വേരാണെങ്കിൽ പൊതുജീവിതം മതത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് മതവും പൊതുജീവിതവും തമ്മിൽ വേർപെടുത്താൻ സാധിക്കുമോ? അത് വേർപെടുത്തുന്നത് ഫലം കായ്ക്കാത്ത മരമായിട്ടാണ്. ഫലം തരാത്തൊരു മരത്തിന് ഈ ലോകത്തില് ജീവിക്കാൻ അവകാശമില്ല. മതം ഫലം ചൂടേണ്ടത് സമൂഹത്തിലാണ്. സ്വാമി അതിലേക്കാണ് സൂചന നൽകിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മതജീവിതം എന്ന് പറയുന്നത് പൊതുജീവിതമാണ്. മതജീവിതത്തിന്റെ മൂല്യങ്ങൾ പൊതുജീവിതത്തിലെ പ്രകടിതമാകുന്നില്ലെങ്കിൽ മതജീവിതത്തിന് അർത്ഥമില്ല. ഇസ്ലാം കാഴ്ചപ്പാടനുസരിച്ച് സൃഷ്ടികർമ്മത്തിലൂടെയാണ് അള്ളാഹു ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ പടയ്ക്കുന്നത്. ഈ എക്സിബിഷനിൽ അത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യ സൃഷ്ടി. പക്ഷെ മനുഷ്യ സൃഷ്ടിയിലെ ഈശ്വരൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. മനുഷ്യൻ ഈ ലോകത്തിലെ ഈശ്വരന്റെ സ്ഥാനപതിയാകണം. ഈശ്വരന്റെ സാന്നിധ്യം ഈ ലോകത്തിലെ മനുഷ്യൻ സ്വന്തം ജീവിതം കൊണ്ട് പ്രകാശിപ്പിക്കണം. അതുകൊണ്ട് തന്നെയാണ് ആദ്യ മനുഷ്യന്റെയും ആദ്യ സ്ത്രീയുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രലോഭനം, ഒരുപക്ഷെ ബൈബിൾ അതിന് ആദ്യ പാപമെന്ന് വിളിക്കും. ഞങ്ങൾ ഉത്ഭവ പാപമെന്നൊക്കെ പറയും. ഖുറാനും അത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആദ്യത്തെ പാപം എന്താണെന്ന് അറിയാമോ? നന്മയും തിന്മയും വേർതിരിക്കാനുള്ള അവകാശം അള്ളാഹുവിനാണോ മനുഷ്യർക്കാണോ? ഇത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ ലോകത്തിലെ നന്മയും തിന്മയും തൂക്കി അളക്കുന്ന തുലാസ് മനുഷ്യനിർമ്മിതമാണോ ദൈവനിർമ്മിതമാണോ? ആദ്യ പാപമെന്ന് പറയുന്നതാണ്. മനുഷ്യൻ ആഗ്രഹിച്ചത് ദൈവം മരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ്. ദൈവമില്ലാത്തൊരു ലോകത്തിലെ എനിക്കെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഞാൻ ഈ സെന്റ് തോമസ് കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. ഞങ്ങളെ കണക്ക് പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ, ഇറ്റേഷൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കുട്ടികളോട് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ ഒരുപാട് കുട്ടികളെ ശിക്ഷിക്കുമായിരുന്നു. അന്ന് കണക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന് പറയുന്നത് പട്ടികയാണ്. ഇന്ന് കുട്ടികൾക്ക് പറഞ്ഞത് മനസ്സിലാകില്ല. ക്ലാസിന്റെ ആദ്യ ഭാഗം പട്ടിക ചോദിക്കില്ല. 16x15, 14x17 ഇങ്ങനെ ചോദിച്ച് എത്ര പഠിച്ചു പോയാലും സംഗതി കയ്യിൽ നിന്ന് പോകും. ഞാൻ അടി കൊണ്ട് തോറ്റപ്പോ ഒരു പ്രാവശ്യം സാറിനോട് സങ്കടമായിട്ട് ചോദിച്ചു, സാറേ ഈ ഒറ്റപ്പട്ടിക ചോദിക്കാണ്ട് 10ന്റെ പട്ടിക ചോദിക്കും, എളുപ്പമുണ്ട്. 7x10 70, 7x9 വന്ന പെശകായി, 7x8 വന്ന പെശകായി. സാറ് പറയാറുണ്ട് 10ന്റെ പട്ടികയല്ല ഒറ്റപ്പട്ടികയാണ് വേണ്ടേ. ഒരു ദിവസം എൻ്റെ അമ്മ എന്നെ പള്ളിയെ കൊണ്ടുപോയി. ഈ പുത്തൻപള്ളിയാണ് എൻ്റെ പള്ളി, വ്യാകുലമാതാവിന്റെ പള്ളി. അമ്മ പറഞ്ഞു, ദൈവം അവിടെയുണ്ട്, നീ എന്ത് ചോദിച്ചാലും കിട്ടും. ഞാൻ കുഞ്ഞാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുക. ഞാൻ കണ്ണടച്ചിട്ട് കൈകൂപ്പി
വരങ്ങൾ ചോദിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ആദ്യം കടന്നുപോയത് ഞായറാഴ്ചയാണ്. തിങ്കളാഴ്ച ക്ലാസ് ഉണ്ട്, കണക്ക് പരീക്ഷയുണ്ട്, ഹോംവർക്ക് ഉണ്ട്, ആകെ കുഴപ്പമാണ്, തല്ലിന്റെ പൂരമായിരിക്കും. ഞാൻ ആദ്യം പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാമോ? ഈശ്വര, ദൈവമേ, എത്ര വണ്ടി ഇടിച്ച ആളുകൾ ചത്തുപോടും, ഇട്ടിച്ച മാഷ അടിച്ചു പോട്ടെ. ഇട്ടേച്ച മാഷ് മരിച്ചാല് പിന്നെ എനിക്ക് കണക്ക് പഠിക്കേണ്ട. ഒരുപക്ഷെ ഏദൻ തോട്ടത്തിൽ ആദ്യ മനുഷ്യർക്കുണ്ടായ ഏറ്റവും വലിയ പ്രലോഭനം ഇത് തന്നെയാണ്. തങ്ങളെ സൃഷ്ടിച്ച ദൈവം ചത്തുപോയാലേ കാര്യങ്ങൾക്കൊക്കെ വളരെ വളരെ എളുപ്പമുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ആദ്യ പാപം ഈ നന്മയും തിന്മയും തീരുമാനിക്കുന്നതിലുള്ള മനുഷ്യന്റെ വെപ്രാളമായിരുന്നു. നന്മയും തിന്മയും എന്റെ സൗകര്യമനുസരിച്ച് തീരുമാനിക്കാൻ എന്നെ അനുവദിക്കുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാകണം. ആ വ്യവസ്ഥിതി എനിക്ക് എളുപ്പമായിരിക്കും. ഒരുപക്ഷെ ഇന്ന് നവംബർ മാസം 6-ാം തീയതി 2009, മനുഷ്യന്റെ അവസാനത്തെ പാപവും ഇന്ന് ഇത് തന്നെയാണെന്ന് എനിക്ക് പാപം പലതില്ല, പാപം ഒന്നേ ഉള്ളൂ. എന്റെ ഇഷ്ടമനുസരിച്ച് തോന്നിയതുപോലെ എനിക്ക് ജീവിക്കാൻ സാധിക്കുമോ, അതോ ദൈവം എന്നോട് ആഗ്രഹിക്കുന്നത് പോലെ നിർദ്ദേശിക്കുന്നത് പോലെ ജീവിക്കാൻ എനിക്ക് കഴിയുമോ? എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഒരു സാറുണ്ട്, ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ട്. അദ്ദേഹം എപ്പോഴും പറയും, യു ഗെറ്റ് തറോ വിത്ത് ദ ലാംഗ്വേജ് ബൈ ഡൂയിങ് എക്സർസൈസ്. അതുകൊണ്ട് ഇംഗ്ലീഷ് മാത്രം പറയണമെന്ന് എപ്പോഴും എന്നെ നിർബന്ധിക്കാറുണ്ട്. വല്ലപ്പോഴൊക്കെ ഞാൻ മലയാളം പറയുമ്പോൾ സാർ എന്നോട് പറയാറുണ്ട്, ഇപ്പോഴും ഞാൻ ഓർമ്മിക്കാറുണ്ട്, സാറ് പറയാറുണ്ട്, കുട്ടി, വളയത്തെക്കൂടെ ചാടുന്നതാണ് അഭ്യാസം, വളയമില്ലാണ്ട് ചാടുന്നതാണ് തോന്യാസം. വളയത്തെക്കൂടെ ചാടുന്നതാണ് അഭ്യാസം. ഒരുപക്ഷെ ഞാൻ ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ ആദരവോടുകൂടെ നോക്കുന്നത് നിങ്ങളുടെ റംസാൻ മാസത്തെ ആചരണത്തെക്കുറിച്ചാണ്. റമദാനില് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ വളയത്തെക്കൂടെ ചാടാൻ മുസ്ലിമുകൾ കാണിക്കുന്ന തീവ്രമായ പരിശ്രമം. എനിക്കറിയാം, ഭക്ഷണപാനീയങ്ങളോട് മനുഷ്യന് തോന്നുന്ന ആസക്തി നിസ്സാരമല്ല. അള്ളാഹു മരിച്ചിരുന്നുവെങ്കിൽ റമദാൻ ഉണ്ടാകുമായിരുന്നില്ല, എനിക്ക് ഇഷ്ടം പോലെ കഴിക്കാമായിരുന്നു. അതുകൊണ്ട് മതമെന്ന് പറയുന്നത് ഒരു മനുഷ്യ സങ്കല്പമല്ല. ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, നമ്മെക്കുറിച്ച് ഉള്ള ഒരു ദൈവനിയോഗം പ്രാവർത്തികമാക്കാനുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഈ അടുത്ത് പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന ഒരു കൊച്ചെ എന്നോട് ചോദിച്ചു. ആ കൊച്ചെ ഇങ്ങനെ പഠിച്ചു വന്നപ്പോ അവളുടെ മനസ്സിൽ, പെങ്കൊച്ചാണ്, മനസ്സിൽ ഉദിച്ചൊരു ചോദ്യം അവൾ എന്നോട് വിശദീകരണമായിട്ട് വന്നതാണ്. ഫാദർ, മതാത്മകത എന്ന് പറയുന്നത്, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആധ്യാത്മികത, സ്പിരിച്വാലിറ്റി, അത് പള്ളിക്കകത്താണോ പള്ളിക്ക് പുറത്താണോ? ഈ ചോദ്യമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. മതാത്മകത എന്ന് പറയുന്നത് പള്ളിക്കകത്താണോ അതോ പള്ളിക്ക് പുറത്താണോ? ഒരുപക്ഷെ മതങ്ങളെ പള്ളിക്കകത്ത് പൂട്ടി മതങ്ങളുടെ ശബ്ദം അവിടം കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം പ്രസ്ഥാനങ്ങളും വ്യവസ്ഥിതികളും സംവിധാനങ്ങളും ഇന്നുണ്ട്. അതേക്കുറിച്ചാണ് ആരംഭ പ്രഭാഷകരൊക്കെ സൂചിപ്പിച്ചത്. മതം പള്ളിക്കകത്ത് ഒതുങ്ങാനുള്ളതല്ല, മതം സമൂലമായിട്ട് മനുഷ്യ ജീവിതത്തിൽ ഇടപെടാനുള്ളതാണ്. അതുകൊണ്ട് മതം എന്ന പദത്തിന്റെ അർത്ഥം കാഴ്ചപ്പാടെന്നാണ്. മതം കാഴ്ചപ്പാട്, കാഴ്ചയല്ല, അത് കാഴ്ചപ്പാടാണ്. ഇറ്റ് ഈസ് എ വിഷൻ. മതമെന്ന് പറയുന്നത് കാര്യങ്ങളെ നോക്കി കാണുന്നതിനെ കാണിക്കുന്ന കാഴ്ചപ്പാടാണ്. വിശ്വാസം കണ്ണുകൾക്ക് ആഴമുള്ള
കാഴ്ചപ്പാട് നൽകുന്ന മനുഷ്യജീവിതത്തിൽ ഇടപെടലാണ്. ഈ കാഴ്ചപ്പാട് എന്തിനാണ്? ഈ കാഴ്ചപ്പാട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാ. മതം ദർശനമാകുന്നത് ജീവിതത്തിലെ അത് ഫലമണിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് മതമെന്ന് പറയുന്നത് വിഷനാണെങ്കിൽ ജീവിതമെന്ന് പറയുന്നതാണ് മിഷൻ. മിഷൻ എന്ന് പറയുന്നതാണ്. ഇവിടെ ജൂബിലി മെഡിക്കൽ മിഷൻ ആസ്പത്രി എന്നൊക്കെ പറയുന്നുണ്ട്. മിഷൻ എന്ന വാക്കിന് അർത്ഥമുണ്ട്. മതം എന്ന യാഥാർത്ഥ്യം പൊതുജീവിതത്തിലെ എങ്ങനെ ഇടപെടണമെന്ന് നമ്മുടെ ജീവിതങ്ങൾ കാണിച്ചു കൊടുക്കണം. സ്വാമിജി അതാ സൂചിപ്പിച്ചത്. ഞാൻ എന്റെ തന്നെ ഒരു സ്വന്തം അനുഭവം പറയാം. ഈ തൃശ്ശൂരിലെ 1991 മദർ തെരേസ വന്നപ്പോ ഈ മദറിന്റെ പ്രസംഗം തർജ്ജമ ചെയ്യാനുള്ള മഹാഭാഗ്യം എനിക്കാ കിട്ടിയത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും അപൂർവ ഭാഗ്യമായിട്ടാണ് ഞാൻ അതിനെ കരുതിയത്. ഈ സിസ്റ്റർ ഒരു ജീവിക്കുന്ന വിശുദ്ധയാണ്. അവരുടെ കൂടെ നിന്ന് അവരുടെ പ്രസംഗം തർജ്ജമ ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടിയാലേ അതെന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിൽ വിട്ടൊരു ഭാഗ്യം എന്താ വേണ്ടത്? ഞാൻ ഒരു രഹസ്യം പറയാം, നിങ്ങൾ പുറത്തൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ സ്വകാര്യം പുറത്ത് പറയരുതെന്ന് പറയുമ്പോൾ എനിക്ക് സ്ത്രീകളെ നല്ല വിശ്വാസമാണ്. എല്ലാ സമൂഹങ്ങളിലും സ്ത്രീകളാണ് രഹസ്യം പാലിക്കാൻ ഏറ്റവും കൂടുതൽ കൃപ ലഭിച്ചവർ. ഈ മദർ ഏറെ പ്രസിദ്ധയാണെന്നും അവർ ലോകത്തിലെ ഒരു നിത്യഹരിത യാഥാർത്ഥ്യമാണെന്നൊക്കെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെ പരിചയക്കാരായിട്ടുള്ള പത്രക്കാരോടൊക്കെ പറഞ്ഞായിരുന്നു, ഫോട്ടോഗ്രാഫർമാരോടൊക്കെ പറഞ്ഞായിരുന്നു, ഞാൻ ഈ മദറിന്റെ പ്രസംഗം തർജ്ജമ ചെയ്യുമ്പോൾ നിങ്ങൾ ഫോട്ടോ എടുത്തേക്കണം, എനിക്ക് ആ ഫോട്ടോ വേണം എൻ്റെ മുറിക്കകത്ത് പ്രദർശിപ്പിക്കാനായിട്ട്. പക്ഷെ ഈ സിസ്റ്റർ സ്റ്റേജിലേക്ക് കയറി വന്നപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഒട്ടും ആരോഗ്യമില്ല, കൂനി കുഴഞ്ഞ് കസേരയിലിരുന്നിട്ട് ആരാ തർജ്ജമ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ എന്നെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ ഓടി അടുത്ത് ചെന്നു. ഞാൻ അടുത്ത് ചെന്നപ്പോ മദർ തെരേസ എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നു, ഫാദർ, my voice is very feeble. Please do give added caution. If you don't understand me, please raise your hand. I will repeat. ഞാൻ സിസ്റ്റർ പറഞ്ഞ ചുരുക്കത്തിൽ തർജ്ജമ ചെയ്യാം. എൻ്റെ ശബ്ദം വളരെ ദുർബലമാണ് ഫാദർ, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നെ കേട്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ കൈ പൊക്കിയാൽ മതി, അതെനിക്കൊരു അടയാളമാണ്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞോളാം. ഞാൻ മദറിനോട് പറഞ്ഞ എന്താണെന്നറിയുമോ, തട്ടിലച്ചനാ തർജ്ജമ ചെയ്യുന്നേ. സിസ്റ്ററുടെ ചുണ്ടനങ്ങിയാലേ ഞാൻ തർജ്ജമ ചെയ്യും, മനസ്സിലാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനത് പറയാൻ കാരണമുണ്ട്. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇവിടെ ജനറൽ പൊതു തെരഞ്ഞെടുപ്പിന് ഇന്ദിരാഗാന്ധി തേക്കുംകാട് മൈതാനത്തിലെ പ്രസംഗിച്ചായിരുന്നു. കൗതുകം കൊണ്ട് ഞാൻ കേൾക്കാൻ പോയിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം തർജ്ജമ ചെയ്ത് പ്രസിദ്ധനായിട്ടുള്ള CM സ്റ്റീഫനാണ്. അന്ന് എനിക്ക് കുറേശ്ശൊക്കെ ഇംഗ്ലീഷ് മനസ്സിലാകുമായിരുന്നു. പക്ഷെ ഞാൻ പലപ്പോഴും ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം കേട്ടിട്ട് തർജ്ജമയിലേക്ക് നോക്കുമ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞ ഒരു കാര്യവും സ്റ്റീഫൻ തർജ്ജമ ചെയ്തിട്ടില്ല. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രീയ വ്യവസ്ഥിതികളെ കുറിച്ചൊക്കെ പറഞ്ഞത്, പക്ഷെ തൃശ്ശൂർക്കാരുടെ വോട്ട് പെട്ടിയിലാകാൻ അത് CM സ്റ്റീഫൻ പാലമായും റെയിൽവേ ആയും ഒക്കെ അങ്ങ് വർദ്ധിപ്പിച്ചു. ഞാനിത് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചുണ്ടനങ്ങിയാ മതി, ഞാൻ തർജ്ജമ ചെയ്യുമെന്ന്. മദർ പ്രസംഗിക്കാൻ തുടങ്ങി. God is love. Love one another. Parents, I tell you, love your children. My dear children, I exhort you, love your parents. Love one another. God is love. തർജ്ജമ ചെയ്യാൻ അതുകൊണ്ട് സമയത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതിനുശേഷം ഞാൻ വളരെ സൂക്ഷ്മതയുള്ളവനാ. നിങ്ങളുടെ സമയത്തിനൊക്കെ ഒരുപാട് മൂല്യമുണ്ട്. എനിക്ക് ഒരുപാട്, ഞാൻ ഏതാണ്ട് എൻ്റെ തറവാട്ട് വീട്ടിലെ എൻ്റെ സഹോദരങ്ങളുടെ കൂടെ വന്ന ഒരു സന്തോഷമാണ് എനിക്ക്.
നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഈ കഴിഞ്ഞ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ അസുലഭ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് മതം വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് പൊതുജീവിതത്തിലേക്ക് പടുത്തുയർത്തുന്ന ഒരു പ്രക്രിയയിലെ ഒന്നിച്ച് പങ്കാളികളാകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.